കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും ഈ സന്ധ്യാവേളയെങ്കിൽ ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമുക്കൊരു അവസരം കൂടി ഒരുക്കി തന്നല്ലോ. ഇന്ന് നമ്മുടെ നടുവിലേക്ക് അനുഗ്രഹീതനായ ഒരു കർത്തദാസൻ തോമസ് തടത്തിലച്ചനാണ് നമ്മോട് ചേർന്ന് ഇന്ന് തന്റെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുവാനായിട്ട് കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയിട്ട്. അതിന് മുൻപായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഒരു പാട്ടിന്റെ ഈരടികൾ പാടി പ്രാർത്ഥിച്ച് നമുക്ക് അച്ഛനെ സാക്ഷി കൂടാരത്തിലേക്ക് ക്ഷണിക്കാം. ദൂരവാനിൽ സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. ദൂരവാനിൽ സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. ഇന്നലെ ഞാൻ ഒന്നുമല്ലി മണ്ണിലെന്റെ പ്രിയരേ, ഇന്നലെ ഞാൻ ഒന്നുമല്ലി മണ്ണിലെന്റെ പ്രിയരേ, എങ്കിലും കരുതി എന്നെ കൺമണി പോൽ കാത്തവൻ, എങ്കിലും കരുതി എന്നെ കൺമണി പോൽ കാത്തവൻ. ദൂരവാനിൽ സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. കഷ്ടമുണ്ട്, രോഗമുണ്ട്, ദുഃഖമുണ്ടി ഭൂമിയിൽ, എത്രയോ കൊടിയ ദുഷ്ടവൈരിയുണ്ടി യാത്രയിൽ. ഭയമില്ല തെല്ലുമതിൽ പതറുകില്ല ഞാനിനി, ഭയമില്ല തെല്ലുമതിൽ പതറുകില്ല ഞാനിനി. പ്രിയനോടു ചേരുവാൻ പറന്നുയരും വാനതിൽ, പ്രിയനോടു ചേരുവാൻ പറന്നുയരും വാനതിൽ. ദൂരവാനിൽ സൂര്യചന്ദ്ര ഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. ദൂരവാനിൽ സൂര്യചന്ദ്ര ഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ രാത്രികാലം നാം ഏവരും ഒരുമിച്ച് കർത്തൃപാദപീഠത്തിലായിരിക്കുമ്പോൾ നമ്മളെ ഈ മണ്ണിൽ നമ്മെ ജീവനോടെ ഒരു ദിവസം കൂടെ ആയുസ് നീട്ടിത്തന്ന് ആക്കി വെച്ചു. എന്തിനു വേണ്ടിയെന്നോ? കർത്താവിന്റെ നാമം നമ്മളിലൂടെ ഉയർത്തപ്പെടുവാൻ, അവന്റെ നാമം ധരിച്ചിട്ട് അവനെ നാം മഹത്വപ്പെടുത്തേണ്ടതിന്, അവന്റെ നാമം ഉയർത്തേണ്ടതിന്, ഭൂമിയുടെ അറ്റത്തോളം പോയി കർത്താവിന്റെ സാക്ഷിയാകേണ്ടതിന്. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. രോഗവും ദുഃഖവും കഷ്ടതയും ഒക്കെ നിറഞ്ഞ ഈ ലോകത്ത് ഇവയൊക്കെയും മാറ്റി നമ്മെ വൈരിയുടെ നടുവിൽ ഉയർത്തുന്ന ദൈവമാ, നിന്ദിക്കുന്നവരുടെ നടുവിൽ തല ഉയർത്തുമാറാക്കുന്ന ദൈവമാ, കഷ്ടതയുടെയും പ്രതികൂലത്തിന്റെയും പ്രശ്നങ്ങളുടെയും നടുവിൽ നമ്മെ സ്നേഹിച്ച് കരം പിടിച്ച് ഇതുവരെ നടത്തിയ കർത്താവ് പിന്നത്തേതിൽ നടത്തുവാൻ ശക്തനാകിയാൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ പ്രത്യാശ എന്താണ്? നമ്മുടെ പ്രാണപ്രിയനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയാകും. ആകയാൽ ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിലേക്ക് നമുക്ക് സ്തോത്രത്തോടെ നമ്മെ സമർപ്പിക്കാൻ. സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരും മറ്റ് മീഡിയകളിലൂടെ ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരും, അപ്രകാരം തന്നെ വചനദീപ്തി സാക്ഷി കൂടാരത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയും ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഈ സന്ധ്യാവേളയെങ്കിൽ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും സന്ധ്യാവന്ദനങ്ങളെ ചൊല്ലിക്കൊണ്ട് കർത്താവിന്റെ ദാസൻ തോമസ് തടത്തിലച്ചനെ സാക്ഷി കൂടാരത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദാസിന് വേണ്ടി ഞങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ രാജാവേ, അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളുടെ അഭിഷിക്തനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അങ്ങ് ബലപ്പെടുത്തണമേ. അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അവിടുത്തെ മുന്തിരിത്തോപ്പിൽ അധ്വാനിക്കുവാൻ അങ്ങ് കണ്ടിരുന്നു. കർത്താവ് ലോക സ്ഥാപനത്തിന് മുൻപ് ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തല്ലോ. ആകയാൽ അവിടുത്തെ നാമത്തിന്റെ മഹത്വം അങ്ങയുടെ അഭിഷിക്തനിൽ വെളിപ്പെടുത്തണമേ. കർത്താവേ, ഈ സാക്ഷ്യം
അനേകായിരങ്ങൾക്ക് ഒരു പ്രചോദനമായി മാറുവാൻ, അനേകായിരങ്ങളുടെ കണ്ണ് തുറക്കപ്പെടുവാൻ, ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുവാൻ കാരണമാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തന്നെ നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായിട്ട് സ്തോത്രം. തന്റെ കർത്താവെ സഹധർമ്മിണിയെയും കുഞ്ഞിനെയും സമർപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. ദൈവം കുടുംബമായി അനുഗ്രഹിക്കണമേ, അവരുടെ വേലകളെ ആദരിക്കണമേ. ഇന്ന് ഞങ്ങളുടെ നടുവിൽ കടന്നു വന്നത് ഞങ്ങൾക്ക് ഏവർക്കും ഒരു അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമാക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്തസന്നിധിയിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവയോടെ കേൾക്കണമേ, സ്വർഗീയ നല്ല പിതാവേ. ആമീൻ, ആമീൻ, ആമീൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബീന സിസ്റ്ററെയും മറ്റുള്ള എല്ലാവരെയും സമൃദ്ധിയോടെ ദൈവകരങ്ങളില് നിന്ന് അനുഗ്രഹങ്ങളും കൃപാവരവും നിറയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ദൈവത്തിന്റെ ഇല്ലെങ്കിൽ യേശുനാമ മഹത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത നൽവരങ്ങളും കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കും. അതൊന്നും നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവസ്നേഹം കൊണ്ടാണ്. നമുക്ക് ദൈവം എന്തെല്ലാം കഴിവുകൾ തന്നിട്ടുണ്ടോ അതെല്ലാം ദൈവത്തിന്റെ സ്നേഹത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുമ്പോൾ, ദൈവരാജ്യ പടുത്തുയർത്താൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവകരങ്ങൾ നമ്മളെ ഇങ്ങനെ ചുറ്റി പിണഞ്ഞുകൊണ്ട് ഇരിക്കും. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ എങ്ങനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുവോ അതുപോലെയാണ് നമ്മുടെയൊക്കെ ദൈവം ചേർത്ത് പിടിച്ചിരിക്കുന്നത്. തളർന്നു പോകുന്ന നിമിഷങ്ങൾ, ഒരുപക്ഷേ നമ്മൾ ആഗ്രഹത്തോടെ ചെയ്യുന്ന പലതും വിപരീത ഫലങ്ങൾ മറ്റുള്ളവരെ കണ്ടെത്തുമ്പോൾ ദൈവം അത് കണ്ടെത്തുന്നത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പറയുകയാണ്. എൻ്റെ പേര് ബീന സിസ്റ്റർ പറഞ്ഞതുപോലെ തോമസ് തടത്തിൽ എന്നാണ്. ഞാൻ എൻ്റെ അച്ചാച്ചനും അമ്മച്ചിയും ഒക്കെ പത്തനംതിട്ട ഭാഗത്ത് നിന്ന് മലബാറിലേക്ക്, അതായത് കണ്ണൂര് ജില്ലയിലേക്ക് കുടിയേറി പാർത്തതാണ്. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കണ്ണൂർ ജില്ലയിലെ ഒരു കുടിയേറ്റ സ്ഥലത്താണ്. കാർഷികമായ പ്രവർത്തന മേഖലകളാണ് എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഞാൻ കണ്ടിട്ടുള്ളത്. കത്തോലിക്ക സഭ നെഞ്ചോട് ചേർത്ത് കൊണ്ടു നടന്ന ഒരു സഭയില്, ഒരു ഭവനത്തില് ജനിച്ചു വളർന്നതാണ് ഞാൻ. ജനിച്ച കാലം മുതല് കേട്ടതും മനസ്സിൽ സൂക്ഷിച്ചതും നിലനിന്നതും യഥാർത്ഥത്തില് കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കലുകളും കത്തോലിക്ക സഭയുടെ ആ ഒരു വലിയ അനുഭവങ്ങളുമൊക്കെയാണ് മനസ്സിൽ കൊണ്ടു നടന്നത്. എൻ്റെ ചെറുപ്പകാലം എന്നൊന്നും പറയുന്നത് അത്ര ഒരു ആത്മീയതയുടെ കാലമൊന്നും ആയിരുന്നില്ല. ഞാൻ ഒരു രാഷ്ട്രീയപരമായ ചിന്തകളും ഒക്കെ ആയിട്ട് നടന്ന ഒരു യുവത്വമുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് ദൈവം എന്നെ മാറ്റിയിട്ട് കത്തോലിക്ക സഭയുടെ സെമിനാരിയിലേക്ക് പഠിക്കാനായിട്ട് കൊണ്ടുപോയി. സെമിനാരി പഠനം, അതായത് 12 വർഷം കത്തോലിക്ക സഭയുടെ സെമിനാരിയില് വ്യത്യസ്തങ്ങളായ സെമിനാരികളിൽ പഠിച്ചു. ഫിലോസഫിയും തിയോളജിയും അതോടൊപ്പം തന്നെ സെക്കുലർ സ്റ്റഡീസും BAയും MAയും ഒക്കെ അവിടെ നിന്നുകൊണ്ടാണ് പഠിച്ചതും പാസ്സായത്. 1996 ഞാൻ വൈദികനായി, കത്തോലിക്ക സഭയുടെ വൈദികനായി ഞാൻ അഭിഷിക്തനാവുകയാണ്. ഓർഡിനേഷൻ കിട്ടുകയാണ്. വളരെ പ്രതീക്ഷയോടെ സഭയുടെ വളരെ ശക്തമായ പിന്തുണയോടുകൂടി നമുക്കറിയാം കത്തോലിക്ക സഭയുടെ പുരോഹിതൻ ആരാണ്, എന്താണ്, അവർക്ക് കിട്ടുന്ന സപ്പോർട്ട്, അവരായിരിക്കുന്ന തലങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് മനസ്സിലായി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഒരു പുരോഹിതനായി ഞാൻ എൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. കർണാടകത്തിലെ
കാർവാറിനടുത്ത് ബയന്തൂര് എന്ന് പറയുന്ന സ്ഥലത്തും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ബാംഗ്ലൂര്, മംഗലാപുരം ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ ആദ്യകാല ശുശ്രൂഷകൾ പുരോഹിതനായിട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ കോഴിക്കോട്, അതുപോലെ വയനാട്, നീലഗിരി, ഇവിടെയെല്ലാം തന്നെ ശുശ്രൂഷ ചെയ്തു. അങ്ങനെയുള്ള സമയത്ത് 2000 ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ, അതായത് കോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഒരു ധ്യാന ഗുരുവായി, ശുശ്രൂഷകനായി അവിടെ എൻ്റെ ശുശ്രൂഷകൾ ആരംഭിച്ചു. ഞാൻ പറയുന്നത്, ദൈവം നമ്മളെക്കുറിച്ച്, അത് എവിടെയായിരിക്കുന്നു, എന്തായിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ദൈവം നമ്മളെ എന്താക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നു, അതെപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ പിന്നാലെ ഇല്ലെങ്കിൽ ചുറ്റും നിൽപ്പുണ്ട്. ആ 2000 ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഒരു ധ്യാന ഗുരുവായി ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ശക്തമായ ഒരു വചനത്തിന്റെ മുന്നേറ്റമുള്ള ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തില് ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രവുമായിട്ട് കണക്ട് ചെയ്യുന്നു. അവരുടെ ധ്യാന ഗുരുവായി ആയിരക്കണക്കിന് മനുഷ്യർ ഒത്തുകൂടുന്ന വേദികളില് ഒരു ശക്തമായ പ്രാസംഗികനായിട്ട് ഞാൻ മാറുകയാണ്. അപ്പൊ അതിനുവേണ്ടി പ്രസംഗിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ കൂടുതൽ വചനം വായിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറയും, നമ്മളുടെ ജീവിതത്തില്, നമ്മുടെ ഭവനത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ വായിക്കുന്ന വചനങ്ങളൊന്നും ക്രിയ ചെയ്യാതെ പോകുന്നില്ല. നമ്മളൊരു നോവൽ വായിച്ചാൽ നമുക്ക് കുറച്ച് അറിവ് കിട്ടും, അത് പിന്നീട് മറന്നു പോകും. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന വിഷയങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറെ അറിവ് കിട്ടും, മറന്നു പോകും. അതൊന്നും നമ്മളില് ഒരു ക്രിയ ചെയ്യുന്ന ഒന്നായിട്ട് അധികം വരുന്നില്ല. എന്നാൽ വചനത്തിന് മാത്രം ഒരു ശക്തിയുണ്ട്. അത് നമ്മൾ വായിച്ച് മനസ്സിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ആ വചനം പ്രവർത്തിക്കാൻ തുടങ്ങും. ആ വചനമാണ് നമ്മളെ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞാൻ ആഴമായ വചനബോധ്യങ്ങളിലേക്ക് വരാൻ തുടങ്ങി. വചനം വായിച്ചു. സിസ്റ്റേഴ്സിനെയും അച്ഛന്മാരെയും ഒക്കെ ധ്യാനിപ്പിക്കാനായിട്ടൊക്കെ, അവർക്ക് ക്ലാസ്സുകൾ എടുക്കാനായിട്ട് ഒക്കെ വചനം വായിക്കാൻ തുടങ്ങി. ഞാൻ അന്നും ഇന്നും വചനത്തിൽ കേന്ദ്രീകരിച്ച് മാത്രമേ ഞാൻ എൻ്റെ ശുശ്രൂഷകൾ ചെയ്യുകയുള്ളൂ. വചനമാണ് എനിക്ക് പ്രധാനപ്പെട്ടത്, അല്ലാതെ മറ്റു യാതൊന്നും. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, വചനത്തിന് ദൂതുണ്ട്, വചനത്തിന് ശക്തിയുണ്ട്, വചനത്തിന് സൗഖ്യശക്തിയുണ്ട്. കാരണം ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ഇമ്മാനുവേലായി വന്നു പിറന്നു. ആ വചനമാണ് നമ്മളുടെ മുൻപില് നിൽക്കുന്നത്, ക്രിസ്തുവായി വന്നതും എല്ലാം ആ വചനമാണ്, ദൈവം തന്നെയാണ്. അപ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മളിൽ ഇരിക്കുന്ന സത്യവേദ പുസ്തകത്തിലെ വചനങ്ങൾക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ നിരന്തരമായ വചന വായന എന്നെ പല ചിന്തകളിലേക്ക് നയിച്ചു. വചനം പ്രവർത്തിക്കാൻ തുടങ്ങി. വചനം ഒരു അത്ഭുതമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതായത് ഒരു ഒരു കടലിന്റെ തീരത്ത് പോയി നിൽക്കുന്നത് പോലെയാണ് നമ്മളുടെ കയ്യിലെ ഈ സത്യവേദ പുസ്തകത്തിന്റെ അരികിൽ നമ്മൾ നിൽക്കുമ്പോൾ കാണുന്നത്. കാരണം അത് കൈക്കുമ്പിളിൽ കോരിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇന്ന് പലപ്പോഴും കൈക്കുമ്പിളിൽ ഒരു പിടി കടൽ വെള്ളം കോരിയെടുത്തിട്ട് ഇത് കടലാണെന്ന് പറയുന്ന അതുപോലെയുള്ളൂ. എന്നാൽ വചനം എന്ന് പറയുന്ന ഒരു മഹാകടലാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാപ്രവാഹമാണ് വചനം എന്ന് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന വചനം. അത് വായിച്ച് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ആചാര കർമ്മങ്ങൾക്കപ്പുറത്ത്, നമ്മള് കുറെ കർമ്മങ്ങളോ ആചാരങ്ങളോ കൊണ്ട് നിൽക്കാനുള്ളതല്ല, വചനത്തിന്റെ ദീപ്തി. അതായത് വചനത്തിന്റെ ചുരുളറിയുമ്പോൾ, തിരുവചനത്തിന് ചുരുളറിയുമ്പോൾ പ്രകാശം ഉതിരുന്നു എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. അപ്പോൾ അത് വായിക്കുമ്പോൾ നമ്മളിലെ ഇരുളാണ് മാഞ്ഞു പോകുന്നത്. നമ്മളിൽ ഈ പ്രകാശം കത്താൻ തുടങ്ങുകയാണ്, ജ്വലിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുകയാണ്, ഞാൻ ചെയ്യുന്നതൊക്കെ ഒരു കർമ്മങ്ങൾ മാത്രമാണ്, ഇതിനപ്പുറത്താണ് ക്രിസ്തു നിൽക്കുന്നതെന്നും
ആ ക്രിസ്തുവിനെ തിരിച്ചറിയണമെങ്കിൽ പല രീതിയിലുമുള്ള ആത്മീയതയുടെ പടവുകൾ കയറിയേ പറ്റൂ എന്ന ഒരു ബോധ്യവും എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ 2010 10 വർഷം ഞാൻ കത്തോലിക്ക സഭയുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ധ്യാന ഗുരുവായിരുന്നു. അന്ന് 16 വർഷത്തോളമായി ഞാൻ പുരോഹിതനായിട്ട്. എല്ലാ സുരക്ഷിതത്വം ഉണ്ട്, വളരെ ചെല്ലുന്നിടത്ത് ബഹുമാനമുണ്ട്, ആൾക്കൂട്ടങ്ങളുണ്ട്, എവിടെയും ബഹുമാനിതമാകുന്ന ഒരു അന്തരീക്ഷം. അവിടെ നിന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കുകയാണ്, ഈ മനുഷ്യരുടെ ബഹുമാനമോ ഇല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ബഹുമാനമോ ഒന്നുമല്ല നമുക്ക് ആവശ്യം. ഒരു സ്വർഗീയ ബഹുമാനം, സ്വർഗീയ സ്നേഹം നമ്മളില് ഈ ക്രിസ്തുവുമായിട്ടുള്ള ആഴമായ ബന്ധങ്ങളിലൂടെ നമ്മൾ നേടിയേ പറ്റൂ എന്നൊരു തിരിച്ചറിവ് എനിക്ക് കിട്ടുകയാണ്. 2010 ഞാൻ രാജസ്ഥാനിലെ ജയ്പൂര് എന്ന് പറയുന്ന പള്ളിയുടെ വികാരിയായിട്ടിരിക്കുമ്പോൾ ഒരു ദിവസം, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എന്നോട് സംസാരിക്കുന്നവരോട് ഞാൻ പറയുന്നത്, ഞാൻ ഈ ക്രിസ്തുവിന്റെ വചനത്തിന്റെ സ്വരം കേട്ട് ഇറങ്ങിയതാണ്, തിരിച്ചറിവിൽ ഇറങ്ങിയതാണ്. അത് എന്നോട് വേറൊരു വ്യക്തി പറഞ്ഞതല്ല, വചനം നേരിട്ട് സംസാരിക്കുക. അപ്പൊ രാവിലെ എഴുന്നേറ്റ് കുർബാനയൊക്കെ കഴിഞ്ഞു. എല്ലാ ദിവസവും കുർബാന കഴിയണം കത്തോലിക്ക സഭയിൽ. കുർബാന കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ഒരു പള്ളിയിൽ, എല്ലാവരും ജോലിക്കാരാണ്, അവരെല്ലാവരും ജോലിക്കായിട്ട് അങ്ങ് പോയി. രാവിലെ തന്നെ പോകും, നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ആയിട്ടുള്ള ഇതാണ്. ആ പള്ളിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രം ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ചാരി കിടന്നുകൊണ്ട് ഞാനിങ്ങനെ കണ്ണടച്ച് കുറച്ചു നേരം പ്രാർത്ഥിക്കും. അത് അന്നും ഇന്നും എൻ്റെ ഒരു സ്വഭാവമാണ്. ഞാനിങ്ങനെ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പറയട്ടെ, നമ്മൾ തനിച്ചിരുന്ന് ദൈവവുമായി സംസാരിക്കുന്ന നിമിഷങ്ങളും സമയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ല എങ്കിൽ ദൈവസ്വരം നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. നമ്മൾ സഭയിൽ പോകുന്നു, നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുന്നു, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതെല്ലാം ഒരു എന്താ പറയുക, 10 പേരുടെ ഇടയ്ക്ക് നിൽക്കുന്ന ഒന്നാണ്. എന്നാൽ ഞാനും എൻ്റെ ക്രിസ്തുവും മാത്രമാകുന്ന ചില സന്ദർഭങ്ങൾ, അവിടെയാണ് എൻ്റെ വേദനകളോട്, എൻ്റെ ഹൃദയത്തോട്, എൻ്റെ ആവശ്യങ്ങളോട് ഞാൻ എന്തായി തീരണമെന്ന് എൻ്റെ കാതുകളിൽ മന്ത്രിക്കുന്ന ഒരു ക്രിസ്തുവിനെ നമ്മൾ തിരിച്ചറിയും. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ആ നിമിഷം വരെ ഞാൻ ചിന്തിച്ചിട്ടില്ല കത്തോലിക്ക സഭയിൽ നിന്നോ ആറണമെന്നോ കത്തോലിക്ക സഭയുടെ പൗരോഹിത്യം വിടുമെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം 12 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് നേടിയതാണ് ഈ പൗരോഹിത്യം എന്ന് പറയുന്നത്. നിസ്സാരമായിട്ടല്ല, പട്ടാള ചിട്ടയേക്കാൾ വലിയ ചിട്ടകളിലൂടെ കടത്തി വിട്ടിട്ടാണ് ഒരുവനെ പുരോഹിതനാക്കി എടുക്കുന്നത്. അതിന്റെ ഏത് സമയവും അവർ പറഞ്ഞു വിടാം. അങ്ങനെയുള്ള യാതൊരു ഗ്യാരണ്ടിയും ഇല്ല സെമിനാരിയിൽ പഠിക്കുന്ന സമയം. അത് ദൈവത്തിന്റെ പ്രവൃത്തിയായിട്ട് നമ്മളിതിനെ കാണുകയാണ്. അങ്ങനെ നേടിയെടുത്ത ഒരു പൗരോഹിത്യം, 16 വർഷം ശുശ്രൂഷകനായി ഇരുന്ന് വലിയ വലിയ പള്ളികളിൽ വികാരിയായിട്ടിരുന്ന ഒരാള് പെട്ടെന്ന് ഒരു ഒരു തീരുമാനം എടുക്കില്ല. അത് തന്നെയല്ല, അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട യാതൊരു വിധമായ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലില്ല. കാരണം ഞാന് ധ്യാനഗുരുവാണ്. എവിടെ ചെന്നാലും എനിക്ക് 24 hours ഫോൺ കോളുകളാണ്. ഒരു ശുശ്രൂഷ, അതായത് ഒരു കരിസ്മാറ്റിക് ധ്യാനം നടത്താൻ വേണ്ടി സമയത്തിന് വേണ്ടി ഓരോരുത്തരും വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പൊ ഞാൻ തിരക്കിൽ നിൽക്കുകയാണ്. ഞാൻ വേണ്ടപ്പെട്ടവൻ തന്നെയാണ്. അല്ലാതെ എനിക്ക് യാതൊരു രീതിയിലും ഒരു നിരാശ തോന്നേണ്ട ഒരു കാര്യങ്ങളൊന്നുമില്ല. പലരും എന്നോട് ചോദിച്ചു, പട്ടം വിട്ടിറങ്ങിയത് നിരാശ കൊണ്ടാണ്? ഒരു നിരാശയുമില്ല. കാരണം ആയിരങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ബഹുമാനിതനായ ഒരു മനുഷ്യൻ, അത് അവിടെയാണ് നിൽക്കുന്നത്. നമ്മൾക്ക് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭമാണ് നമ്മുടെ പ്രധാനപ്പെട്ടത്. അപ്പൊ ഞാനിങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് കണ്ണടച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ മാത്രമേ അവിടെ ഉള്ളൂ. അൾത്താരയുടെ മുമ്പിൽ ഇരിക്കുകയാണ്. കുർബാന കഴിഞ്ഞ് ഞാൻ എൻ്റെ കുർബാന വസ്ത്രങ്ങൾ പോലും മടക്കി വെച്ചിട്ടില്ല. ഞാൻ തന്നെ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഒരു സ്വരം കേൾക്കുകയാണ്, തോമസ്, ദിസ് ഈസ് എ റൈറ്റ് ടൈം, യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. തോമസ്, ഇതാണ് സ്വീകാര്യമായ സമയം, നീ ഒരു തീരുമാനം എടുക്കേണ്ട സമയമായിരിക്കും എന്നുള്ള വലിയൊരു സ്വരം കേൾക്കുകയാണ്.
പെട്ടെന്ന് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, ആരുമില്ലാത്തടത്ത് ഒരു സ്വരം കേൾക്കുന്നു. അപ്പൊ അതൊരു രൂപമായിട്ട് വന്നു, അങ്ങനൊന്നും ഇല്ല കേട്ടോ. അവിടെ ഒരു സ്വരം ഞാൻ എൻ്റെ കാതുകളിൽ കേൾക്കുക. പെട്ടെന്ന് ഞാൻ അതിന് മറുപടി കൊടുക്കുകയാണ്. ഇപ്പോ നമ്മൾ സംസാരിക്കുന്ന പോലെ, മുഖാമുഖം ഇരുന്ന് സംസാരിക്കുന്ന പോലെ, ഞാൻ ഒരു പൊട്ടനെ പോലെ ആ കേട്ട സ്വരത്തിന്, അപ്പം ഞാൻ ലോജിക്ക് പഠിച്ചിട്ടുണ്ട്, ഞാൻ ഫിലോസഫി പഠിച്ചവനാണ്, ഞാൻ വിദ്യാഭ്യാസം ഉള്ളവനാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ച് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടാണ്. അല്ലാതെ ആടിക്കയറി അത് അങ്ങനെ അറിയാമല്ലോ, ഒരു പള്ളിയുടെ വികാരിയായിട്ടിരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെയും വളരെ ജ്ഞാനത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ ശീലമുള്ള ഒരു വ്യക്തിയും കൂടാണ്. അല്ലാതെ കാണുന്നതിനെല്ലാം മറുപടി പറയുന്ന അങ്ങനെ ഒരു ശീലമില്ല. പക്ഷേ ഈ ഒരു സംഭവത്തിൽ മാത്രം ഞാൻ തിരിഞ്ഞും മറിഞ്ഞും ചിന്തിക്കുമ്പോൾ അന്ന് വരെ ഇല്ലാത്തതും അതിനുശേഷം അങ്ങനെ വന്നിട്ടില്ലാത്തതുമായ ഒരു സംഭവം. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞതാണ്, തോമസ്, ദിസ് ഇസ് ദ റൈറ്റ് ടൈം, യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. തോമസ്, ഇതാണ് സമയം, നീ ഒരു തീരുമാനം എടുക്കേണ്ട സമയമായിരിക്കും. അപ്പൊ തീരുമാനം എന്താണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഞാൻ അതിന് മറുപടി കൊടുത്ത് ഇങ്ങനെയാണ്, ഓ ലോർഡ്, ഐ എം റെഡി ടു ലീവ് മൈ പ്രീസ്റ്റ്ഹുഡ്. എന്റെ പൗരോഹിത്യം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നോട് പറഞ്ഞിട്ടില്ല പൗരോഹിത്യം ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞത് തീരുമാനമെടുക്കാനേ പറഞ്ഞു. എന്ത് തീരുമാനമാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്, യെസ്, ഐ ആം റെഡി ടു ലീവ് മൈ പ്രീസ്റ്റ്ഹുഡ്. എന്റെ പൗരോഹിത്യം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോ എന്നിട്ട് ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്കറിയാം, പൗരോഹിത്യം വിട്ടിറങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ പ്ലാൻഡ് അല്ലാതെ പോന്നു കഴിഞ്ഞാൽ 5 പൈസ കയ്യിലുണ്ടാവില്ല. സത്യസന്ധമായി ജീവിക്കുന്ന ആരുടെ കയ്യിലും ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. എന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു പൈസയും ബാലൻസ് ഇല്ല. കാരണം എനിക്കതിന്റെ ആവശ്യമില്ല. കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് നടക്കും. എനിക്ക് ഫുഡിന് പൈസ കൊടുക്കണ്ട, എനിക്ക് പെട്രോളിന് പൈസ കൊടുക്കണ്ട, എനിക്ക് കറണ്ട് ബില്ല് അടയ്ക്കണ്ട, എനിക്ക് വെള്ളത്തിന്റെ പൈസ അടയ്ക്കണ്ട. ഇതെല്ലാം അടയ്ക്കുന്നത് അവിടെ തന്നെയാണ്. എനിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. എന്റെ ആവശ്യത്തിനുള്ളത് അവിടെ നിന്ന്, മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ എനിക്ക് ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പൈസ വരെ എനിക്ക് അവിടെ നിന്ന് എടുക്കാം. അതിന്റെ കൂടെ എനിക്കൊരു മാസം ഒരു സ്റ്റൈപ്പൻഡ് പോലെ തരികയും ചെയ്യും. നോക്കുമ്പോൾ അതെല്ലാം ബാലൻസ് ആണ് നമുക്ക്. അതിന്റെ ഒന്നും ആവശ്യമില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ ആർക്കെങ്കിലും ഒക്കെ കൊടുത്തും കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായ കാര്യങ്ങൾക്കൊക്കെ കൊടുത്ത് അത് തീർക്കുകയാണ്. അപ്പൊ ഒരു പണസമ്പാദന മോഹം, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും മനസ്സിലില്ലാത്ത ഒരു സമയം പെട്ടെന്ന് പറയുകയാണ്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ആ ശബ്ദത്തോടെ, ദൈവത്തോടെന്ന് ഞാൻ പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടില്ല, ആ കേട്ട ശബ്ദത്തോട് ഞാൻ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ എങ്ങനെ ജീവിക്കും? ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. എനിക്ക് നല്ലതുപോലെ അറിയാം, ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന പ്രശ്നം എന്താണെന്നും ആരും കൂടെ ഉണ്ടാവില്ല എന്നും. ഞാൻ അന്ന് വരെ പടുത്തുയർത്തിയ എൻ്റെ സകല ബന്ധങ്ങളും, സകലരും ഇന്ന് കൂടെ നിൽക്കുന്നവരാരും കൂടെ കാണില്ല എന്നും എനിക്ക് 100% അറിയാം. കാരണം പോയിട്ടുള്ളവരെ കുറിച്ച് നല്ലതുപോലെ എനിക്കറിയാം. പ്രത്യേകിച്ച് ഒരു പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് ഒക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേൾക്കേണ്ടി വരുന്നതും പറയേണ്ടി വരുന്നതും ഇല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി. അപ്പൊ അവിടെ തന്നെ നിന്നുകൊണ്ട് ഇപ്പം കത്തോലിക്ക സഭ വിട്ടു അവരുടെ ആ സഭയിൽ തന്നെ അംഗമായിരുന്നു കൊണ്ട് അന്നേരം അവരെന്തെങ്കിലും ജോലിയൊക്കെ തരും. MSW ഇല്ലെങ്കിൽ സ്കൂളിലോ ഒക്കെ ജോലി തരും. അങ്ങനെ ജോലി ചെയ്ത് മുന്നോട്ട് പോകാം. ആരും നമ്മളൊന്നും പറയാൻ. ഞാൻ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? അൽത്താരയില് ഇരിക്കുന്ന സമയം ക്വസ്റ്റ്യൻ കേട്ടല്ലോ. അത് പൗരോഹിത്യം ഞാൻ വിട്ടുകൊള്ളാമെന്ന് പറയുമ്പോൾ അതിനു മുൻപേ ബൈബിൾ വായിച്ച സമയത്ത് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പൗരോഹിത്യം തെറ്റാണെന്നോ അങ്ങനെ എന്തെങ്കിലും അച്ഛന് ബോധ്യമായിട്ടുണ്ടായിരുന്നോ? തെറ്റെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നമ്മളായിരിക്കുന്ന ഒന്നില് തെറ്റും ശരിയും നമ്മൾ വിവേചിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. തെറ്റെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് അന്നും പറയില്ല, ഇന്നും പറയില്ല. തെറ്റായത് കൊണ്ടല്ല. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കത്തോലിക്ക സഭയോ അതിന്റെ ആചാരങ്ങളോ കർമ്മങ്ങളോ തെറ്റായത് കൊണ്ടല്ല നമ്മളെ മാറ്റുന്നത്. അതൊരിക്കലും നമ്മൾ പറയാൻ പാടില്ല.
കാരണം അത് നമ്മളായിരിക്കുന്ന എല്ലാ സമൂഹത്തിലും സാമൂഹികമായ തലത്തിൽ വരുമ്പോൾ അതിന്റെ കുറവുകളുണ്ട്, തെറ്റുകളുണ്ട്. അതെല്ലാം മനുഷ്യരെ ഉണ്ടാക്കുന്ന ചില നിയമങ്ങളുടെ തെറ്റുകളാണ് വരുന്നത്. തെറ്റായത് കൊണ്ടല്ല, ക്രിസ്തുവിനെ അറിഞ്ഞത് കൊണ്ട് ആ ക്രിസ്തുവിലേക്കുള്ള യാത്രയാണ്. അതാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അല്ലാതെ അവിടുത്തെ നിയമങ്ങളോ അവിടുത്തെ ജീവിതചര്യകളോ ഒന്നും അതെന്നെ തെറ്റോ ശരിയോ എന്നുള്ള വിവേചനത്തിൽ ഞാൻ പോയിട്ടില്ല. ഇന്ന് ഞാൻ പറയാറില്ല, അവരോട് പറയാറില്ല നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറയാറില്ല. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, യു ഡോണ്ട് നോ ഹു ഈസ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾക്ക് ക്രിസ്തു ആരെന്ന് അറിയുന്നില്ല. അതേ ഉള്ളൂ പ്രശ്നം. ഈ ക്രിസ്തു ആരെന്ന് അറിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ക്രിസ്തുവിനോടൊപ്പം നിൽക്കാൻ പറ്റും. അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അല്ലാതെ കത്തോലിക്ക സഭയോ ഇല്ലെങ്കിൽ നമ്മളുടെ ഇപ്പൊ നമ്മൾ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലായിരിക്കുന്നു. എത്രയോ തെറ്റുകളുണ്ട്, എത്രയോ തെറ്റുകൾ ഇവിടെയുണ്ട്. ആ തെറ്റുകളെ മുഴുവൻ ശരിയാക്കിക്കൊണ്ടല്ല നമ്മൾ നിൽക്കുന്നത്. അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേയാണ്. നമ്മൾ ബന്ധപ്പെടുന്ന ആരുമായിട്ടാണ്? ശരിയും വഴിയും സത്യവും ജീവനുമായവന്റെ കൂടെയാണ് നിൽക്കുന്നത്. ക്രിസ്തുവിനോളം ശരി ഈ ലോകത്തിലൊന്നുമില്ല, ക്രിസ്തുവിനോളം സത്യം ഈ ലോകത്തൊന്നുമില്ല. ആ സത്യം തിരിച്ചറിയുമ്പോഴാണ് ഈ ക്രിസ്തുവിനെ എനിക്ക് വേണം, ഈ ക്രിസ്തുവിനെ എനിക്ക് വേണം. അന്നേരം ഞാൻ ഈ സ്വരം കേൾക്കുന്ന അവസരത്തിലൊന്നും ഞാൻ ഒരിക്കലും തെറ്റാണെന്ന് ചിന്തിച്ചിട്ടുള്ള ആളാണ്. അതൊരിക്കലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾ കൊണ്ട് സംതൃപ്തമല്ലാത്തൊരു മനസ്സെനിക്കുണ്ട്. ആചാരങ്ങൾ കൊണ്ടും ആ ഒരു സംതൃപ്തമല്ലാത്ത മനസ്സുണ്ടായിരുന്നത് കൊണ്ട് കർത്താവ് ഇടപെട്ട സമയത്ത് തന്നെ അറിയാതെ കണ്ട് തന്നെ തന്റെ നാവിലൂടി കർത്താവെ ഞാൻ റെഡി എന്ന് പറയുവാനിടയായി. അതാണ് അതിന്റെ കൃത്യമായ ആൻസർ. നമ്മുടെ മനസ്സില് നമ്മൾ എന്താ പറയണ്ടേ, ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ എത്തിപ്പെടാൻ കഴിയാത്ത ഉയരത്തിലാണ് ക്രിസ്തു നിൽക്കുന്നതെന്ന ബോധ്യം. അതിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് എല്ലായിടത്തും ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. ഈ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ നമ്മൾ നിൽക്കുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് പെട്ട സമൂഹത്തിലുണ്ട്. പക്ഷെ അത് എന്നെ ബാധിക്കുന്ന പ്രശ്നം. കാരണം എനിക്കും എന്റെ കാഴ്ചപ്പാടിൽ നിറയുന്നത് ക്രിസ്തുവാണ്. എനിക്ക് വചനമാണ് വരെ. അപ്പോ ഒരു ആചാരങ്ങളോ കർമ്മങ്ങളോ ഇപ്പൊ ഞാൻ ആയിരിക്കുന്നിടത്ത് എത്രയോ മറ്റു വിശ്വാസങ്ങൾ കൊണ്ടിരുന്നു. യഹോവ സാക്ഷികൾ എന്നെ കാണാൻ വരുന്നു, എന്നോട് സംസാരിക്കാൻ വരുന്നു, യേശുനാമക്കാർ വരുന്നു. അങ്ങനെ നൂറ് എനിക്ക് പരിചിതമല്ലാത്ത എത്രയോ പേര് കടന്നു വരുന്നു, അവരുടേതായ ആശയങ്ങൾ പറയുന്നു. ഞാൻ അവരോട് ആരോടും തർക്കിക്കാൻ നിൽക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഇതാണ് എന്റെ സത്യം, ഇതാണ് എന്റെ സത്യം. ഞാൻ കണ്ടുമുട്ടിയ ക്രിസ്തു കാൽവരിയിൽ എനിക്ക് വേണ്ടി പരമയാഗമായി തീർന്നവനാണ്. ആ ക്രിസ്തുവിനെ ഞാൻ തിരിച്ചറിഞ്ഞു. ആ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട് ഇനി മറ്റൊന്നിലേക്കോ തിരിയാനോ അറിയാനോ ഇല്ല, നേരെ യാത്രയാണ്, നേരിട്ടുള്ള യാത്രയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായതും അത് തന്നെയാണ്. കാരണം നമ്മൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിക്കഴിയുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും വ്യത്യാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലായിടത്തും രൂപപ്പെടും. ഇതൊക്കെ രൂപപ്പെടുന്നത് ഒരു ദിവസം കൊണ്ടല്ല. ഒരു കാര്യവും ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ പിന്തുടർന്ന് കഴിയുമ്പം അത് പാരമ്പര്യമായി വരിക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധയോടെ അതിനെയൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ക്രിസ്തു നമുക്ക് തന്നൊരു വചന പാരമ്പര്യം, ഈ വചന പാരമ്പര്യത്തെ മുറുകെ പിടിച്ചാൽ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമുക്കതിന് വേര് കെട്ടി സൂക്ഷിക്കാൻ പറ്റും. അതാണ് എന്റെ കാഴ്ചപ്പാട്. അവിടെ നിന്നുകൊണ്ട് ഈ സ്വരത്തിന് ഞാൻ പ്രതികരിക്കുകയാണ്. പെട്ടെന്ന് എന്നോട് പറയുന്ന മറുപടി ഇതാണ്. ഞാൻ ചോദിച്ച ചോദ്യം എങ്ങനെയാണ്? ഞാൻ എങ്ങനെ ജീവിക്കും? ഓൺ ദി സ്പോട്ട് മറുപടി എനിക്ക് കിട്ടുകയാണ്. ടേക്ക് യുവർ ബൈബിൾ ആൻഡ് ഓപ്പൺ യുവർ ബൈബിൾ. POC ബൈബിള്, കാത്തലിക്ക് ഉപയോഗിക്കുന്ന POC ബൈബിളാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ പെട്ടെന്ന് അത് ഒരാവേശത്തോടെ തുറക്കുകയാണ്. തുറന്നപ്പം 128 സങ്കീർത്തനമാണ് എനിക്ക് കിട്ടുന്നത്. 128 സങ്കീർത്തനം എത്രയോ പ്രാവശ്യം വായിച്ചിരിക്കുന്നു. കുടുംബ ജീവിതത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ അതൊക്കെ വളരെ കൃത്യതയോടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിവാഹത്തിന്റെ ആശീർവാദത്തിന് പ്രസംഗിക്കുമ്പോൾ ഈ 128 സങ്കീർത്തനമൊക്കെ കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നേരം ഒന്നും അകത്ത് കയറിയിട്ടില്ല. കർത്താവ് എനിക്ക് വേണ്ടി സൂക്ഷിച്ച ഒരു സങ്കീർത്തന ഭാഗമാണ് 128.
ഈ 128 സങ്കീർത്തനം ഞാൻ ആവേശത്തോടെ വായിക്കാൻ തുടങ്ങി. അതെല്ലാം ഈ പള്ളിയില് രാവിലെ ഇരുന്ന് നടക്കുന്ന സംഭവം. ഞാൻ വായിച്ച് താഴേക്ക് വന്നു. താഴേക്ക് വരുമ്പോ അതിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്: യഹോവ സിയോനിൽ നിന്നെ അനുഗ്രഹിക്കും, യെരൂശലേമിന്റെ നന്മകളെ ആയുഷ്കാലം മുഴുവൻ കാണും, മക്കളുടെ മക്കളെയും കാണും, ഇസ്രായേലിൽ സമാധാനം വാഴും. ഇതാണ് ആ വചനഭാഗം. അപ്പോ എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഞാൻ എങ്ങനെ ജീവിക്കും? യഹോവ സിയോനിൽ നിന്നാണ് ഇനി എനിക്ക് അനുഗ്രഹം വരുന്നത്. സിയോൻ ഒരിക്കലും അടയാതെ എന്റെ മുകളിലുണ്ട്. അത് ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയട്ടെ. അന്ന് എനിക്ക് കിട്ടിയ ആ വാഗ്ദാന വചനം വെറും അക്ഷരങ്ങളായിരുന്നില്ല. എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് എന്നോട് സംസാരിച്ച വചനമാണ്. അതുകൊണ്ടാണ് നമുക്കൊരു വാഗ്ദാന വചനം തന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് ആ വാഗ്ദാന വചനം അതുപോലെ സൂക്ഷിക്കുന്നത്. ഞാൻ അവിടുന്ന് ആ സമയത്ത് വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാളല്ല. ഞാൻ വിവാഹം വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഞാന് അവിടെ നിന്ന് പെട്ടെന്ന് തീരുമാനമെടുക്കുകയാണ്. എനിക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇനി സിയോനാണ് എൻ്റെ ഉറവിടം എന്ന ഒരു തീരുമാനത്തിൽ ഞാൻ തീരുമാനമെടുക്കുമ്പോൾ ഞാൻ എങ്ങോട്ട് പോകും? എനിക്ക് എങ്ങോട്ടും പോകാന് ആരെയും പരിചയമില്ല. പെട്ടെന്ന് ഞാൻ അവിടുന്ന് ഇങ്ങനെ വിഷമിച്ച് ഞാൻ ചോദിച്ചു, കർത്താവേ, ഞാൻ എങ്ങോട്ട് പോകും? പെന്തിക്കോസ്തം എന്റെ അകത്ത് കയറിയിട്ടില്ല. അറിയാമോ, അതിന്റെ തലേ ആഴ്ചയില് അവിടെ വലിയൊരു കരിസ്മാറ്റിക് കൺവെൻഷൻ നടത്തി തീർന്നതേ ഉള്ളൂ. ആ കരിസ്മാറ്റിക് കൺവെൻഷൻ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ജയ്പൂര്, രാജസ്ഥാനിലെ വീടുകളിൽ പെന്തിക്കോസ് പാസ്റ്റർമാര് കയറി കത്തോലിക്കരായിട്ടിരിക്കുന്നവരെ അവിടെ നിന്ന് വിശ്വാസത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകുന്നു എന്നുള്ള അതിന് തടയിടാൻ വേണ്ടിയാണ് കരിസ്മാറ്റിക് കൺവെൻഷൻ നടത്തിയത്. അതിന് 3 ദിവസം ഞാൻ തന്നെയാണ് പ്രസംഗിച്ചത്. ബാക്കി ദിവസം ഞാൻ കോട്ടയിൽ നിന്ന് അച്ഛന്മാര് വന്നു. വലിയൊരു മെഗാ കൺവെൻഷൻ, 10-30,000 പേര് പങ്കെടുത്ത കൺവെൻഷനാണ്. ഈ കൺവെൻഷൻ കോർഡിനേറ്റ് ചെയ്ത് ഞാൻ പ്രസംഗിച്ചത് ഞാൻ. അപ്പോൾ ലക്ഷ്യമുണ്ടായിരുന്നു പെന്തെക്കോസ്തത്തെ എതിർക്കുക എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു പെന്തെക്കോസ്ത് എൻ്റെ അകത്ത് കയറിയിട്ടില്ല. എനിക്ക് അറിയത്തുമില്ല. അതുവരെയുള്ള എൻ്റെ 45 അന്ന് എനിക്ക് 45 വയസ്സും. ഈ 45 വയസ്സ് വരെ എനിക്കൊരു പെന്തെക്കോസ്ത് പാസ്റ്റർമാരുടെ പരിചയത്തിലില്ല. എനിക്ക് ആരെയും അറിയത്തുമില്ല. എൻ്റെ കുടുംബത്തിലാരും പെന്തെക്കോസ്ത് വിശ്വാസത്തിലില്ല. അങ്ങനെയുള്ള ഒരു തലത്തിലാണ് ഞാൻ ഈ തീരുമാനം എടുക്കുന്നത്. എങ്ങോട്ട് പോകും? അന്നേരമാണ് ചില ദൈവം ഒരുക്കി വെച്ചിട്ട് മാത്രമേ നമ്മളെ ഇറക്കാറുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ ഇറങ്ങിയിട്ട് ഒരുക്കുകയല്ല, ഇറങ്ങി കഴിഞ്ഞിട്ട് ഇത് പോകുന്നതല്ല. ഇറങ്ങുന്നതിന് മുമ്പേ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച് വാഗ്ദാന വചനങ്ങൾ വരെ ഒരുക്കി നമുക്ക് വേണ്ടി വെച്ച് നമ്മൾക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ട് മാത്രമേ ദൈവം നമ്മളെ ഇറക്കാവൂ. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് വിഷമിച്ച് ചിന്തിച്ചു, എങ്ങോട്ട് പോകും? കത്തോലിക്ക സഭ വിട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഇട്ടെറിഞ്ഞു പോകുമ്പോൾ അത് ദൈവികമല്ല. ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചിന്ത. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാവിലെ തന്നെ ആ പള്ളിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് വിചാരിക്കുകയാണ്, എങ്ങോട്ട് പോകും എന്നുള്ള പിന്നീടാവട്ടെ എന്ന് വിചാരിച്ചങ്ങനെ നിന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഈ കോഴഞ്ചേരി ഈ നാരങ്ങാനം എൻ്റെ അമ്മ വീടാ, അവര് മർത്തോമാക്കാൻ. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഒരു ഫോൺ വിളിച്ചപ്പോൾ കൊച്ചായെടുത്തത്, മോള്, അമ്മയുടെ ആങ്ങളയുടെ മകന്റെ മകളായെടുത്തത്. അവളുടെ പ്രസവ സംബന്ധമായിട്ട് ഒക്കെ ഇരിക്കുന്ന സമയം എന്നോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയമായി. എന്നാലും ഞാൻ വിളിച്ച ഉടനെ അവള് ഫോൺ എടുത്തു. ഞാൻ ചോദിച്ചു, എന്നെടുക്കുവാ മോളെ? അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ ആത്മീയാത്ര വായിച്ചുകൊണ്ട് കിടക്കുവാണ് അച്ചാച്ചാണോ. അപ്പൊ ഞാൻ പറഞ്ഞു, നീ വായിച്ച് വളരടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ താത്തു വെച്ചു. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്, ആത്മീയയാത്രയാണെങ്കിൽ അതിൻ്റെ അകത്തൊരു നമ്പർ കാണും. ഞാൻ അതുപോലെ കേട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ. എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും അറിയത്തില്ല എനിക്ക്, കാരണം ഞാൻ മലബാറിൽ ജനിച്ചതായതുകൊണ്ട് ഇതുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നും. പെട്ടെന്ന് ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ അതിൻ്റെ ഒരു നമ്പർ കാണും, അതെനിക്കൊന്ന് എടുത്തു തരാമോ? പെട്ടെന്ന് അവള് ആ നമ്പർ എടുത്തിട്ട് എനിക്ക് തന്നു. ഞാൻ വിളിച്ചു. നമ്മുടെ തിരുവല്ലായ്ക്ക് അടുത്ത് തോട്ടഭാഗം എന്ന് പറയുന്ന സ്ഥലത്ത് ആത്മീയാത്രയുടെ ഓഫീസിലേക്കാണ് ഞാൻ ഈ ഫോൺ കോൾ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ഞാൻ അവിടെ കിട്ടിയപ്പോൾ പെട്ടെന്ന് കിട്ടി. അന്നേരം ഞാൻ ചോദിച്ചു,
ഇതുപോലെ ഞാൻ രാജസ്ഥാനിൽ നിന്ന് ഒരു അച്ഛനാണ്, കത്തോലിക്ക പുരോഹിതനാണ്. ഐ വാണ്ട് എ കൺസൾട്ട് വിത്ത് കൺസൾട്ടേഷൻ ഫ്രം KP യോഹന്നാൻ. എനിക്ക് അന്ന് സംസാരിക്കാൻ പറ്റുമോ? പെട്ടെന്ന് അവർ കണക്ട് ചെയ്തു. എനിക്ക് KP യോഹന്നാനുമായി നേരിട്ട് സംസാരിക്കാൻ പറ്റും. അന്ന് അദ്ദേഹം ബിഷപ്പാണ്. അതൊന്നും എനിക്കറിയത്തില്ല. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ഓക്കെ, പോരാൻ പറഞ്ഞു. ഞാൻ ജയ്പൂരിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ സത്യസന്ധരാണെങ്കിൽ ദൈവം നമ്മളെ കൈവിടും. അവിടെ കണക്കിൽപ്പെടാത്ത ഒരുപാട് പണമുണ്ട്. കാരണം സ്കൂളിന്റെ പണമുണ്ട്, ധ്യാനകേന്ദ്രത്തിൻ്റെതുണ്ട്, പള്ളിയുടേതുണ്ട്. ഇതൊന്നും എണ്ണിക്കൂട്ടത്തില്ല, കാരണം ആരെയും കിട്ടത്തില്ല എണ്ണാനും. ഇത് മാസത്തിൽ ഒന്നാണ് ഇതൊന്ന് എണ്ണി തിട്ടപ്പെടുത്തുന്നത്. പിള്ളേരെല്ലാം കൂടെ വട്ടത്തിലിരുന്ന് എണ്ണി തിട്ടപ്പെടുത്തുക. അപ്പൊ ഞാൻ പെട്ടെന്ന് കമ്മിറ്റിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, എണ്ണണം, എല്ലാവരും കൂടെ കൂടിയിരുന്ന് എണ്ണാം. എല്ലാവരും കൂടെ എണ്ണി ഏകദേശം ലക്ഷക്കണക്കിന് രൂപ, ഏകദേശം എനിക്ക് തോന്നുന്നു 10-25 ലക്ഷം രൂപയോളം അന്നേരമുണ്ട്. അത് ബാങ്കിലേക്ക് ഇടേണ്ടത് ബാങ്കിലേക്ക് ഇട്ടു, അവരെ ഏൽപ്പിക്കേണ്ടത് ഏൽപ്പിച്ചു. എനിക്ക് 2 മാസത്തെ സ്റ്റൈപ്പൻഡായിട്ട് കിട്ടേണ്ട 30,000 രൂപ മാത്രം എഴുതിയെടുത്ത് അവിടെ നിന്ന് ഞാൻ യാത്ര പുറപ്പെടുക. ഞാൻ അതേലെ പണം എടുത്തിരുന്നെങ്കിൽ എന്നെ ഒരു കാരണവശാലും പിടിക്കാൻ പറ്റില്ല. കാരണം അത് കണക്കിൽപ്പെട്ട പണമാണ്, കണക്കിലേക്ക് ഉൾപ്പെടുത്താൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ 1 രൂപ പോലും ഞാൻ എടുത്തില്ല. കാരണം അത് എന്റേതല്ല. എനിക്ക് യഹോവ സീയോനിൽ നിന്ന് നന്മ തരാമെന്ന വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്. ആ ദൈവത്തിന് ആശ്രയിച്ചു മാത്രം. ഞാൻ ഇത്രയും വിശ്വാസത്തിന് വന്ന് ആ തലത്തിലല്ല. ആ ഒരു ഇത് പറയാനുള്ള ഇതിലൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഒരു ഉറപ്പുണ്ട്, ഞാൻ കണ്ടെത്തിയ ക്രിസ്തു എന്റെ മുമ്പ് പ്രകാശമായി ജ്വലിക്കുന്നുണ്ട്. ഞാൻ അവിടുന്ന് ആ തീരുമാനം എടുത്തിറങ്ങി. ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ നിന്ന് ശക്തമായ എതിർപ്പുണ്ടായി. ഞാൻ അവിടുന്ന് നേരെ KP യോഹന്നാന്റെ എന്ന് പറയുന്ന ബിഷപ്പിന്റെ അടുത്ത് വന്ന്, ബിലീവേഴ്സ് ചർച്ചിൽ വന്ന്, ഞാൻ ഇന്ന് അവരുടെ ഡയസൻ സെക്രട്ടറി ആയിട്ട് എന്നെ അവരെ വെച്ചു. ആത്മീയയാത്ര ചാനലിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ അവരെ വെച്ചു. അങ്ങനെ വളരെ ശക്തമായിട്ട് ഞാൻ നിൽക്കുന്ന സമയം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, KP യോഹന്നാനും ബിഷപ്പിനോട് ഞാൻ പറഞ്ഞത്, എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യം. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ, അപ്പൊ ഞാൻ അവരുടെ അച്ഛനായിട്ട് തന്നെയാണ് തുടരുന്നത്. എന്നോട് പറഞ്ഞു, വിവാഹം കഴിക്കണം. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകും, നമ്മളെ ആരും അംഗീകരിക്കില്ല. അതുകൊണ്ട് വിവാഹം കഴിക്കണം. അദ്ദേഹം തന്നെയാണ്, അതായത് 128ാം സങ്കീർത്തനത്തിൽ കിടപ്പുണ്ട്, എന്റെ ഭാര്യ ആരായിരിക്കും എന്നൊരു കിടപ്പുണ്ട്. എനിക്ക് പോകാൻ പോകുന്ന കുഞ്ഞുങ്ങള് എങ്ങനെ ആയിരിക്കും, ഒരുവിധം പോലെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം അതിൻ്റെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് വേണ്ടി KP യോഹന്നാൻ ബിഷപ്പ് തന്നെയാണ് വിവാഹം ആലോചിച്ചത്. ഏകദേശം 18 വർഷത്തോളം അവരുടെ സെമിനാരിൽ പഠിച്ച് അവരുടെ തന്നെ ശുശ്രൂഷയായിരിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് വേണ്ടി അദ്ദേഹം കണ്ടെത്തിയത്. ആ വിവാഹം അദ്ദേഹം തന്നെ ആഘോഷമായിട്ട്, വളരെ ആഘോഷത്തോടെ അദ്ദേഹം തന്നെ നടത്തി തന്നു. ആ വിവാഹ ജീവിതം എന്റെ ജീവിതത്തിന് ഏറ്റവും വലിയ ഭാഗ്യം. ഈ ലോകത്തിൽ എനിക്ക് കിട്ടിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വളരെ കൃത്യതയോടെ സിസ്റ്ററെ ഞാൻ പറയും, എനിക്ക് ദൈവം തന്ന എന്റെ ഭാര്യയാണ്. എന്നേക്കാൾ വിശ്വാസത്തില്, എന്നേക്കാൾ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ്, കത്തോലിക്ക സഭയിൽ നിന്ന് 16 വയസ്സുള്ളപ്പം ക്രിസ്തുവിനെ അറിഞ്ഞ് വലിയൊരു പ്രഗത്ഭമായ പള്ളിയിൽ നിന്ന്, കത്തോലിക്ക സഭയിൽ നിന്ന് മാറി ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വന്ന് യഥാർത്ഥത്തിലുള്ള ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരാളെ തന്നെയാണ് ഇരിക്കുന്നത്. എന്റെ വിജയം അതാണ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഇറങ്ങുന്നതിന് മുമ്പേ പ്ലാറ്റ്ഫോം ഒരുക്കിയെന്ന് ഞാൻ പറയാൻ കാരണം, എനിക്കൊന്നും അറിയില്ല ഇതിനെക്കുറിച്ച്. ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങള് കുടുംബജീവിതം ആരംഭിച്ചു. അതിനുശേഷം 3.5 വർഷം ഞാൻ അവിടെ നിന്നു. 18 വർഷം അവിടെ നിന്ന് ഞാനും സോണിക്ക് നല്ലൊരു സാലറി അവിടെ കിട്ടുന്നുണ്ട്. എനിക്ക് വന്നു, ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഏകദേശം ഒരു 10-50,000 രൂപ പ്രതിമാസ സാലറി കിട്ടും. താമസിക്കാൻ ഏറ്റവും ബെസ്റ്റ് ക്വാർട്ടേഴ്സ്, എവറിത്തിങ് ഈസ് ഓക്കെ. ആ സമയത്താണ് തീരുമാനം, പെട്ടെന്ന് ഒരു പുരോഹിതനായിട്ട് തുടരാനല്ല, ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിനോടൊപ്പം സുവിശേഷത്തിൽ നടക്കാനാണ് വിളിയെന്ന് തിരിച്ചറിഞ്ഞത്. സോണി തന്നെയാണ് എന്നോട് പറയുന്നത്, നമുക്ക് തീരുമാനമെടുക്കാം.
18 വർഷം അവിടെ നിന്ന് ആ വ്യക്തി സകലതും വിട്ടു പോകാൻ വേണ്ടി ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് വന്ന് പറയുന്നു, ഞാൻ ഇടം വല നോക്കാതെ ഞങ്ങൾ രണ്ടുപേരും കൈകോർത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ തീരുമാനമെടുത്തു. അവിടെ നിന്ന് ഞങ്ങൾ മാറുകയാണ്. അവിടെ നിന്ന് മാറിയ സമയം തന്നെ വന്ന് ഞങ്ങൾ ചേർന്നത്, അവിടെ എല്ലാം ദൈവപ്രവൃത്തിയാണ്, അതെല്ലാം ഞാൻ വിവരിക്കുന്നില്ല. വന്നു ചേർന്നത് IPC പ്രയർ സെന്റർ തിരുവല്ലയിലാണ്. രാജു പോക്കാല പാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ആ സഭയിൽ അന്ന് ഞാൻ അവിടെ ആണ് വന്നു ചേർന്നത്. ഇന്നും ഞാൻ അവിടെ തന്നെ. ഇത്രയും തിരുവല്ലയിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് പോലും ഞാൻ സഭ മാറിയിട്ടില്ല. കാരണം അത് അങ്ങനത്തെ ഒരു ദൈവം എത്തിച്ചൊരു ഇടമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നതാണ്. ഒരു സഭ ഞാൻ ഏറ്റെടുത്തിട്ടില്ല. ഒരു ഇവാഞ്ചലിസ്റ്റ് എന്ന പേര് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം എനിക്കിഷ്ടം അതാണ്, ഒരു സുവിശേഷകൻ. കർത്താവ് പറഞ്ഞ ലോകം എങ്ങും പോയി സുവിശേഷം അറിയിക്കുക. അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, മാറ്റി നിർത്തി അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിനെ. അതാണ് നമ്മൾ മാറിയതിൽ സങ്കടപ്പെടുകയല്ല, മാറ്റി നിർത്തിയത് അനുഗ്രഹിക്കാനാണ്. അതുകൊണ്ടാണ് ഹോറേബ് അനുഭവത്തിലേക്ക് നമ്മളൊന്ന് കടന്നു പോകണം. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. സമയമായെന്ന് എനിക്കും എൻ്റെ വാച്ചില്ല, സമയമാകുമ്പോൾ പറയാനേ കൂടുതലായി പോകരുത്. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നത് മോശ എന്ന് പറയുന്ന ഒരു മനുഷ്യന്. അവിടെ 3-ാം അധ്യായത്തില്, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തില് മോശയെ കുറിച്ച് പറയുന്നുണ്ട്. മോശ യത്രോയുടെ ആടുകളെ മേയിച്ച് മരുഭൂമിക്കപ്പുറം ഹോറേബിലേക്ക് പോയി എന്ന ഒരു വചനമുണ്ട്. മരുഭൂമിക്കപ്പുറം ഹോറേബിലേക്ക് പോയി. അപ്പം ഈ മോശ മരുഭൂമിയില് ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നപ്പോൾ എല്ലാം അവിടെ നിന്ന് ഈ ഹോറേബ്, ഉയർന്നു നിൽക്കുന്ന ഹോറേബ് കാണാം. പക്ഷെ ഒരിക്കലും ഈ മരുഭൂമിക്കപ്പുറം ഈ ഹോറേബിലേക്ക് അവൻ ദൂരെ നിന്ന് കാണുന്നതല്ലാതെ അങ്ങോട്ട് പോകാനായിട്ട് അവൻ തീരുമാനിച്ചില്ല. പക്ഷേ ദൈവികമായൊരു സമയം വന്നപ്പോ മോശ ഒരു ഉൾപ്രേരണ പോലെ ആടുകളെയും കൊണ്ട് ഈ ഹോറേബിന്റെ മുകളിലേക്ക് ചെല്ലുകയാണ്. ഹോറേബിന്റെ മുകളിലേക്ക് ചെന്ന മോശ കാണുന്നത് പുൽമേടുകളല്ല, കാണുന്നത് എരിഞ്ഞ് കത്തിജ്വലിച്ച് നിൽക്കുന്ന, എരിഞ്ഞു തീരാതെ നിൽക്കുന്ന ഒരു മുൾപടർപ്പാണ്. അപ്പൊ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് സുപരിചിതമായതുകൊണ്ട് ഞാൻ പറയാം, എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ്. അവിടെ കാല് ചവിട്ടി നിൽക്കുമ്പോൾ പറയുകയാണെങ്കിൽ ചെരുപ്പ് മാറ്റിയിടുന്നത് വിശുദ്ധ സ്ഥലമാണ്. പിന്നീട് സംഭവിക്കുന്ന കാര്യം നമുക്കറിയാം. മോശയെ മരുഭൂമിയിൽ നിന്ന് ഹോറേബിലേക്ക് മാറ്റി ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബിൽ എത്തിച്ചിട്ട് മോശയെ അനുഗ്രഹിക്കുകയാണ്, നിയോഗമേൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ പോണം, എന്റെ ജനത്തിന്റെ കരച്ചിൽ ഞാൻ കേൾക്കുന്നു, അവരുടെ കണ്ണുനീര് ഞാൻ കാണുന്നു, നീ അവരെ വിടുവിക്കാനായിട്ട് ഫറവോയുടെ അടുത്തേക്ക് പോകണം. അപ്പോ അത് ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. അതുപോലെ നമ്മളെയൊക്കെ വിളിച്ച് വേർതിരിച്ച് മാറ്റി നിർത്തി നമ്മളെ ഏൽപ്പിച്ച ദൗത്യമായി. ഇതിന്റെ മൂല്യം, ഇതിന്റെ വില നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ മാത്രമേ നമുക്കിതിന്റെ നമ്മളെ ഒരു വലിയവനായ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. നമ്മൾ ഇന്ന് യഥാർത്ഥത്തില് ഒരു പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിൽ ഇന്നിപ്പോ ഒരു വിശ്വാസിയായിട്ട് നമ്മൾ ഇരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മള് വീണ്ടും 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 കുറെ ആചാരകർമ്മങ്ങളിലൂടെ ഇങ്ങനെ പാരമ്പര്യങ്ങളിലൂടെ ഇങ്ങനെ പോകാനുള്ളവരല്ല. പിന്നെയോ നമ്മളിലൊരു വ്യത്യസ്തത ഉണ്ടാകും. മോശ എന്ന് പറയുന്ന മനുഷ്യനൊരു വ്യത്യസ്തതയുണ്ട്. എല്ലാ ഇസ്രായേൽക്കാരെ പോലെയല്ല മോശ. മോശയുടെ രീതികൾക്ക് വ്യത്യാസമുണ്ട്. മോശ വളർന്ന രീതികൾക്ക് വ്യത്യാസമുണ്ട്. മോശ എന്ന് പറയുന്ന വ്യക്തിക്ക് ദൗത്യത്തിന് വ്യത്യാസമാണ്. കാരണം ഇസ്രായേലിനെ വിമോചിപ്പിക്കാൻ വേണ്ടി ആണ് മോശയെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഒരു വിമോചകരാണ്. ക്രിസ്തുവിന്റെ വിമോചന ശക്തി മറ്റുള്ളവരിൽ കൊടുക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. അല്ലാതെ ഒരു ചർച്ചിൽ പോയി ആരാധിച്ചു, ചർച്ചിന്റെ മെമ്പർഷിപ്പ് എടുത്തു, അവസാനം വരെ ഒരു മെമ്പർഷിപ്പായി ഇരുന്നുകൊണ്ട് പോകാനല്ല.
നമ്മളിൽ നിന്ന് എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, അത് നമ്മൾ കണ്ടെത്തണം. അത് വീട്ടിൽ കരിക്കരിഞ്ഞിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത ഒരമ്മച്ചിക്കും വയലിൽ പണിയെടുക്കുന്ന അച്ചായനും എല്ലാവർക്കും ഈ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്നത് ഒരു പാസ്റ്റർക്കാണ് ആ ദൗത്യം, ഇല്ലെങ്കിൽ പാസ്റ്ററുടെ കുടുംബത്തിനാണ് ദൗത്യം, ഇല്ല ബീന സിസ്റ്റർക്ക് ആ ദൗത്യം, എനിക്ക് ആ ദൗത്യമില്ല എന്ന ഈ സൂം മീറ്റിംഗിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആരും പറയരുത്. കാരണം നമുക്ക് ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് ഒരു വഴിയിലൂടെ നമ്മളെ കൊണ്ടുവന്ന് നമ്മളെ ഏൽപ്പിച്ച ദൗത്യമുണ്ട്. ആ ദൗത്യം മറന്നുപോകണം. നമ്മുടെ ദൗത്യം എന്താ? ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിന്റെ അഗ്നി കൊളുത്തുക എന്ന്. അതിനുവേണ്ടിയാണ് നമ്മളെ വിളിക്കപ്പെട്ടത്. അതുകൊണ്ട് കത്തോലിക്കാ സഭയിൽ ഇരുന്നതിനേക്കാൾ ഇന്ന് ഞാൻ ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ ജീവിക്കുക. അതുകൊണ്ട് അത് തെറ്റായതുകൊണ്ടല്ല, ഇത് എന്റെ ക്രിസ്തു കൂടുതൽ സത്യമായതുകൊണ്ടാണ്, കൂടുതൽ നന്മയായതുകൊണ്ടാണ്, കൂടുതൽ പ്രകാശമായതുകൊണ്ടാണ് ഈ ക്രിസ്തുവിലേക്ക് ഞാൻ വന്നത്. അപ്പൊ ഈ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യം, റെസ്പോൺസിബിലിറ്റി, അത് ഏറ്റെടുത്തിരിക്കുകയാണ് ഞാൻ. അതിനെ ഇനി ആരെല്ലാം കിടന്ന് എന്തെല്ലാം ചെയ്താലും, ഞാനൊരു കാര്യം പറയാം, ഏതെല്ലാം വിശ്വാസത്തിന്റെ ചലനങ്ങൾ നടന്നാലും, മറ്റാരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും, അവിടെ ഇതുണ്ട് ഇവിടെ ഇതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കളി കളിച്ചാൽ, ഞാന് ഒരു കാര്യം തുറന്നു പറയാം. ഞാൻ കണ്ടുമുട്ടിയ ക്രിസ്തുവിൽ നിന്ന്, ഈ വചനത്തിന്റെ സത്യത്തിൽ നിന്ന് ഒരടി എന്നെ പിന്മാറ്റുവാൻ സാധിക്കില്ല. കാരണം അത് രോഗമായിക്കൊള്ളട്ടെ, അഷ്ടതയായിക്കൊള്ളട്ടെ, പട്ടിണി ആയിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ബിക്കോസ് ഐ നോ മൈ ജീസസ് ക്രൈസ്റ്റ് വെരി ക്ലിയർ. എന്റെ അകത്ത് ഈ ക്രിസ്തു ഉണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. പൗലോസിന് പറയാൻ അതേ ഉള്ളൂ, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. നമ്മളും അതേ പറയാം, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അതുകൊണ്ട് ഈ വചനത്തിന്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കുന്ന ഒരുവനെ തെറ്റിക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ഒക്കത്തില്ല. നമ്മൾ തെറ്റിപ്പോകുന്നതിന്റെ കാരണം നമുക്ക് അടിസ്ഥാനപരമായ വചനബോധ്യമില്ലാത്തതുകൊണ്ടാണ്. അടിസ്ഥാനപരമായി വചനബോധ്യമില്ലാത്തതുകൊണ്ടാണ്. അനേകർ ഈ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് വ്യാഖ്യാനിക്കും. എത്ര വ്യാഖ്യാനങ്ങൾ നടന്നാലും ഇതിനൊരൊറ്റ വ്യാഖ്യാനമേ ഉള്ളൂ. ക്രിസ്തുവുമായി കണക്ട് ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന ഒരു വലിയ ആഴം. ഇതിന് നമ്മുടെ അകത്ത് സ്ഥാനമുണ്ടെങ്കിൽ ആർക്കും നമ്മളെ തെറ്റിക്കാൻ പറ്റും. എന്തെല്ലാം പറഞ്ഞോട്ടെ, അവിടെല്ലാം നടന്നോട്ടെ, അങ്ങനെ പോയിക്കോട്ടെ, ഇങ്ങനെ പോയിക്കോട്ടെ, ഇതുകൊണ്ടൊന്നും നമ്മളെ തെറ്റിക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഈ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് വചനത്തിന്റെ ബോധ്യത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ലാഭത്തിന് വേണ്ടി ഇതിനെ ചെലവഴിക്കാനൊക്കത്തില്ല. എനിക്ക് 10 പൈസ കിട്ടും, അതിനുവേണ്ടി ഇന്നാ പിന്നങ്ങ് കളിച്ചേക്കാം എന്ന് വിചാരിക്കുന്നവൻ ഒരിക്കലും വിജയിക്കില്ല. പരാജയപ്പെട്ടു പോകും. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, വർഷങ്ങൾക്ക് മുൻപ്, ഇന്നിപ്പോ 15 വർഷമാകാൻ പോവുകയാണ്, ഏകദേശം 15 വർഷത്തോളമായി. 2010 ഞാൻ ഇറങ്ങുന്നു, 14 വർഷം ആകുന്നു. ഈ 14 വർഷത്തോളം ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, അന്ന് ആ ആലയത്തിൽ വെച്ച് എനിക്ക് തന്ന വാഗ്ദാന വചനം എന്റെ ദൈവം പാലിച്ചിട്ടുണ്ട്. എങ്ങനെ കാര്യങ്ങൾ നടക്കുമെന്ന് ചിന്തിച്ചു പോയ നിമിഷങ്ങളിൽ സിയോന്റെ വാതിലുകൾ തുറന്ന് എനിക്ക് വേണ്ടി ഇറങ്ങി വന്നൊരു ദൈവം. അത് രോഗമായ അവസ്ഥകളിലൂടെ കടന്നു പോയപ്പോൾ ഐസിയിൽ കിടന്ന സന്ദർഭം എന്റെ ജീവിതത്തിലുണ്ടായി. അന്നേരവും മറ്റാരും ആയിരുന്നില്ല. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ ആ സിയോൻ അടയ്ക്കാൻ ആർക്കെങ്കിലും പറ്റില്ല. ഞാൻ എവിടെ ഇരുന്നാലും ആ സിയോൻ എന്റെ മുകളിൽ തുറന്നിരിക്കുമല്ലയോ. ആ സിയോൻ പുരിയിൽ നിന്ന് എനിക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ഇങ്ങനെ മഞ്ഞ പൊഴിയുന്നത് പോലെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവിടെ ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്, എങ്ങനെ ജീവിക്കുന്നു? എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ ജീവിക്കുന്നു? എനിക്കൊരു കുറവ് വന്നിട്ടില്ല.
എനിക്ക് ഒരിക്കലും ഒരു കുറവ് വന്നതായിട്ട് എനിക്കറിയത്തില്ല. ഭക്ഷണത്തിന് കുറവോ വസ്ത്രത്തിന് കുറവോ ഒന്നും വന്നിട്ടില്ല. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു അത്ഭുതമാണ്. ഇപ്പം മന്ന പിന്നെ കൊടുത്തു ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ. അവര് മന്ന പെറുക്കി കഴിച്ചു. അപ്പം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഒരാൾ ചോദിക്കുകയാണ്, ഒരു ഇസ്രായേലിനോട് ചോദിക്കുകയാണ്, ഇത് എന്നതാ മന്ന, ഇതെവിടുന്ന് കിട്ടി? ഇവരന്നേരം മേലോട്ട് നോക്കൂ. അവർക്കറിയില്ല ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്നോ ഏത് ഫാക്ടറിയിലാണ് ഉണ്ടാക്കിയതെന്നോ അറിയത്തില്ല. കാടപ്പക്ഷിയെ പറിച്ച് പപ്പും കൂടെയും കളഞ്ഞിട്ട് വേവിച്ചടിച്ചു തിന്നു. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, ഇത് എവിടുന്ന് കിട്ടി? എനിക്കറിയാൻ പാടില്ല, ഞാൻ രാവിലെ നോക്കുമ്പോൾ പറന്ന് നിൽക്കുന്നു, ഞാൻ പിടിച്ചു തിന്നു. അന്നേരവും മുകളിലേക്ക് നോക്കും. കാരണം യഹോവയാണ് കൊടുത്തതെന്ന് മാത്രമേ അവർക്കറിയൂ. അതെങ്ങനെ കൊടുത്തു, എവിടെ നിന്ന് കൊടുത്തു ഒന്നും അവർക്കറിയില്ല. ഇതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. യഥാർത്ഥ വിശ്വാസത്തിൽ ഈ ക്രിസ്തുവിനെ അറിഞ്ഞിറങ്ങുന്ന ഒരുവന് മുകളിലേക്ക് നോക്കാൻ പറ്റും. കാരണം എല്ലാം മുകളിൽ നിന്നാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പണിയൊന്നും എടുക്കാതെ കഴിഞ്ഞേക്കാം, അങ്ങനെയല്ല. അത് പറ്റിയല്ല. നമ്മൾ അധ്വാനിക്കണം, നമ്മള് പ്രവർത്തിക്കണം, നമ്മള് വിശ്വാസത്തിൽ ജീവിക്കണം. വിട്ടുവീഴ്ചയില്ലാതെ ഈ ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ, വചനത്തിൽ നമ്മൾ ഉറയ്ക്കണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം കിടക്കുന്നത്. ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, ക്രിസ്തുവിലുള്ള വിശ്വാസത്താലും വചനത്തിന്റെ ആഴമായ ബോധ്യങ്ങളിലും ഇറങ്ങുന്ന ദൈവ പൈതലേ, നീ അറിയാത്ത വഴികളിലൂടെ കർത്താവ് നിന്നെ കൊണ്ടുപോകും. നീ തളർന്നു പോകുന്ന സന്ദർഭങ്ങളിൽ താങ്ങായി അവൻ അരികിലെത്തും. നീ പരാജയപ്പെടാൻ ദൈവം സമ്മതിക്കുന്നു. നീ പരാജയപ്പെട്ടു പോകുമെന്ന് ലോകം പറയുമ്പോൾ അവരുടെ മുമ്പിൽ നിന്നെ വിജയിപ്പിച്ചു നിർത്തുന്ന ഒരു കർത്താവ്. എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് കത്തോലിക്ക സഭ വിട്ടു, പൗരോഹിത്യം വിട്ടു എന്നൊക്കെ പറയുമ്പോൾ ഈ പൗരോഹിത്യം എന്ന് പറയുന്ന ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ച് നടക്കുക. ഒരു സംഭവമല്ല, ഒരു സംഭവമല്ല. ഇത് ഭയങ്കര സംഭവമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് അതിലേക്കൊന്നും ആരും അള്ളി കയറാതിരിക്കാണ്. കാരണം ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വലിയ മഹത്വം ഞാൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ആരും അങ്ങനെ കയറി വരത്തില്ല. അതൊന്നും വലിയ കാര്യമല്ലെന്നേ. നീ ഒരു സുവിശേഷകനായിരിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ലോകം എങ്ങും പോയി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുക എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. കർത്താവ് അവസാന ശിഷ്യന്മാരോട് പറയുന്നത് 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് ഈ ശിഷ്യന്മാർക്ക് ആർക്കെങ്കിലും കർത്താവ് പൗരോഹിത്യം കൊടുത്തോ? ഇല്ല. കർത്താവ് എന്തുകൊണ്ടാണ് ശിഷ്യന്മാരെ അങ്ങനെയാണെങ്കിൽ അതാണ് വലിയ മഹത്വത്തിന്റെ ഇതെങ്കിൽ എന്തുകൊണ്ടാണ് ശിഷ്യന്മാരെ വിളിച്ച് പൗരോഹിത്യം കൊടുക്കാതിരുന്നത്? അവർക്ക് അംശവസ്ത്രം ഉണ്ടായിരുന്നു. ശിഷ്യന്മാരാരെങ്കിലും ജെറുസലേം ദേവാലയത്തില് ശുശ്രൂഷ ചെയ്തു. പുരോഹിതനാണെങ്കിൽ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തിരിക്കണമെന്നല്ലേ? അവരാരെങ്കിലും ആലയത്തിന്റെ അകത്ത്, ജെറുസലേം ദേവാലയത്തിനകത്ത് ശുശ്രൂഷയ്ക്ക് പോയോ? ഇല്ല. കർത്താവ് അവരോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കും. യു ആർ ആൻ ഇവാഞ്ചലിസ്റ്റ്. അതിനെ നമ്മൾ സൗകര്യപ്രദമായി ചില കാര്യങ്ങൾക്ക് എന്റെ സേഫ് സോണ് രൂപീകരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ആക്കി വെച്ചു, ഒരു വസ്ത്രമൊക്കെ കൊടുത്തു, എന്നിട്ട് അതിനെ അങ്ങ് ഡിവിനിറ്റി കൊടുത്തു, അങ്ങനെയൊക്കെ അങ്ങ് പോയതേ ഉള്ളൂ. അല്ലാതെ കർത്താവ് ഇതിന് വലിയ മൂല്യമൊന്നും കൽപ്പിച്ചിട്ടില്ല. കർത്താവ് ശിഷ്യന്മാരോട് നിങ്ങൾ പട്ടം മേടിക്കണം കേട്ടോ എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവരോട് പറഞ്ഞതല്ലോ, പോ, ചെരുപ്പില്ലാതെ പോ, 2-3 വസ്ത്രങ്ങൾ എടുത്ത് വെക്കാതെ പോ, എന്നുന്നിടത്ത് കിടക്ക്, കിട്ടുന്നത് കഴിക്ക് എന്ന് വെച്ചങ്ങ് പോകാനാ പറയുന്നത്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മള് സുവിശേഷത്തിന് പ്രാധാന്യം കൊടുത്താൽ സുവിശേഷം നമ്മളെ കൈവിടത്തില്ല. വചനത്തിന് പ്രാധാന്യം കൊടുത്താൽ വചനം നമ്മളെ കൈവിടത്തില്ല. നമ്മുടെ കൂടെ നിന്ന് നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് നമ്മള് ഇപ്പോ കത്തോലിക്ക സഭയോ ഓർത്തഡോക്സോ യാക്കോബായോ മർത്തോമാ സഭയോ ഇതൊന്നും തെറ്റായത് കൊണ്ടല്ല നമ്മള്
ഓരോരുത്തരും മാറുന്നത് ക്രിസ്തു സത്യമായതുകൊണ്ടാണ്. ആ സത്യത്തെയാണ് അറിയുന്നത്. ആ സത്യത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അവരുടെ തെറ്റിനെ കുറിച്ചും അവരുടെ ന്യായത്തെക്കുറിച്ചും ഒന്നും നമുക്ക് പറയേണ്ട ആവശ്യം. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ പറയുന്നത് അവരുടെ തെറ്റാണെന്നോ അവരുടെ ആചാരം തെറ്റാണെന്നോ ഇതൊന്നും നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ അറിഞ്ഞ ക്രിസ്തുവിനെ കുറിച്ച് പറ. അപ്പം ശരി അവർക്ക് മനസ്സിലാകും. ക്രിസ്തുവാകുന്ന ശരി നിങ്ങൾ ജീവിച്ചു കാണിക്കും. എന്നിട്ട് പറ. ഒരു വർത്തമാനവും അവിടെ ആവശ്യമില്ല. ഞങ്ങള് ചെന്നിത്തല എന്ന് പറയുന്ന സ്ഥലത്ത്, മാവേലിക്കര, ഞങ്ങൾ അവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. 5 വർഷം അവിടെ താമസിച്ചു. ഈ 5 വർഷവും ഞാൻ ഒരു വീട്ടിലും കയറാൻ പോയിട്ടില്ല. വഴിയെ നടന്നു പോകുമ്പോഴും അവരുടെ വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അവരുടെ വീട്ടിൽ എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ വന്നാൽ ഒന്ന് ചെല്ലും, തിരിച്ചു വരും. വഴി വെച്ച് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരോടും ചോദിക്കും, എന്നാ അവിടെ വിശേഷം, സുഖമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളും അവരും തമ്മിൽ, ഹൈന്ദവരായ സഹോദരങ്ങൾ താമസിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് ഞങ്ങൾ ആയിരുന്നത്. ഞങ്ങൾ അവിടുന്ന് ഈ പരുത്തുമാറി ഇങ്ങോട്ട് വീടെടുത്ത് മാറിക്കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെല്ലാം ഏങ്ങലടിച്ച് കരയുവാണ്. എന്നിട്ട് അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ആ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് ബലമായി. നമ്മുടെ വീട്ടിലെ പ്രാർത്ഥന അവർക്ക് ബലമാണെന്ന്, നമ്മുടെ സാന്നിധ്യം അവർക്ക് അനുഗ്രഹമായിരുന്നെന്ന് നമ്മളവിടുന്ന് വിട്ടുപോന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അവരെത്രമാത്രം ഇതിനെ ഉൾക്കൊണ്ടിരുന്നു എന്ന്. നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നീട് നമ്മൾ വെറുതെ അങ്ങ് പോകുന്നതേ ഉള്ളൂ. നമ്മുടെ സാക്ഷ്യം ജീവിത സാക്ഷ്യമാണ്. ഈ ജീവിത സാക്ഷ്യമാണ് മറ്റുള്ളവരെ. ഞാൻ കത്തോലിക്ക സഭയിൽ നിന്ന് മാറി ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രഗത്ഭമായ കുടുംബം, എൻ്റെ സുഹൃത്തായിരുന്നു. അവനെ എന്നെക്കാട്ടിലും പ്രായക്കുറവാണ്. ഞാൻ അവനെ സെമിനാരിൽ കൊണ്ടുപോയി പല കാര്യങ്ങളിലും ഇത് ചെയ്തു. കുറേ എൻകറേജ് ചെയ്ത ഒരാളാണ്. ഇവൻ എന്നോട് എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. ആ ബന്ധം എൻ്റെ രീതികളും ഞങ്ങളുടെ ജീവിത ശൈലിയും, വീട്ടിലൊക്കെ വന്നു അവന് സോണിയുമായിട്ട് സംസാരിച്ചു. ഞങ്ങളുടെ ജീവിത ശൈലികളും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു പോയിട്ട് അവനും അവന്റെ കുടുംബവും സ്നാനമെടുത്ത് പെന്തക്കോസ്തൽ വിശ്വാസത്തിലേക്ക് വന്നു. അവനിലൂടെ അവിടെ ഒരു സഭ രൂപപ്പെടുകയാണ്. ഞാൻ അവിടെ പാസ്റ്ററാകാൻ പോയില്ല. അവിടെ അവര് വെക്കുന്ന ഓരോ ശുശ്രൂഷയ്ക്കും ഞങ്ങളുടെ വീടിനടുത്താ ഞാൻ ചെല്ലും. അവനിപ്പോഴും ഈ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് വന്നപ്പോഴും എന്നെ കാണാൻ ഓടി വന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ അവനോട് മാറണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പള്ളിയിലെ കപ്പിയാനായിരുന്ന ഒരു കൊച്ചനാണ്. അവൻ കുടുംബ സമേതം പോരുകയാണ്. അവിടുത്തെ പ്രഗത്ഭമായൊരു കുടുംബം. ഒറ്റ കാര്യമേ ഉള്ളൂ, എന്നെ കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഇത് കണ്ടിട്ടല്ല, ഞാൻ ഈ ക്രിസ്തുവിനെ അറിഞ്ഞ രീതികളും ആ ക്രിസ്തുവിലുള്ള വിശ്വാസവും കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവൻ മാറുന്നത്. ഇതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവര് ക്രിസ്തുവിനെ അറിയുന്നുണ്ടോ? നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ശൈലികൾ ക്രിസ്തുവിനെ അറിയാൻ കാരണമായി. അതിൽ പല ഒരു സുവിശേഷമില്ല. എന്റെ പോളിസിയാണ്. ഞാൻ ഇന്നും കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. എവിടെയും വലിയ ആളാകാനുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. പക്ഷേ അകത്ത് വചനത്തിന്റെ അഗ്നി ഉണ്ടെങ്കിൽ അത് പ്രകാശമാകാതിരിക്കുന്നു, അത് ജ്വലിക്കാതിരിക്കുന്നു, അത് അന്ധകാരത്തിൽ പ്രകാശമായിരുന്നു. അതാണ് ഈ കത്തോലിക്ക സഭയിൽ നിന്ന് മാറി ഈ ഒരു വിശ്വാസത്തിലേക്ക് ഞാൻ വരാനുള്ള കാര്യം. ഈ സത്യവേദ പുസ്തക വചനം, ആ വചനമാണ് ഒരു ദിവസം എന്നോട് സംസാരിച്ചത്. സമയമായപ്പോൾ ആ വചനമാ സംസാരിക്കുന്നത്. വചനത്തിലൂടെ തന്നെ എൻ്റെ ജീവിതത്തിന് മറുപടി തന്നു. ഇന്നും ഈ വചനത്തിലൂടെ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് ഭയമില്ല. നാളെ എങ്ങനെ ജീവിക്കും എനിക്ക് ഭയമില്ല.
കാരണം എൻ്റെ കർത്താവ് ഇന്നുകൊണ്ട് അവസാനിക്കുന്നവനല്ല, നാളെയും ഇന്നലെയും ഇന്നും നാളെയും നിലനിൽക്കുന്നവനാണ്. അങ്ങനെയെങ്കിൽ അവൻ എന്നെ പോറ്റും. അതിനുവേണ്ടി ഞാൻ ചില പൊടിക്കൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ കർത്താവ് എന്നെ പോറ്റും. ദിസ് ഇസ് മൈ എക്സ്പീരിയൻസ്. ഇതെന്റെ എക്സ്പീരിയൻസ് ആണ്, ഞാൻ അനുഭവിച്ച സത്യം. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, ഒരു സാക്ഷ്യം കേട്ടിട്ട് കണ്ണുനീരൊഴുക്കി ഈ തട്ടി പോകാനല്ല, ജീവിതത്തിലേക്ക്, അത് പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. കേൾക്കുന്ന ഓരോന്നും ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. ഞാൻ എൻ്റെ രീതികളിൽ അനുഭവിച്ചെങ്കിൽ അങ്ങനെ ഇപ്പം സിസ്റ്റർക്ക് പറയാനുണ്ടാവും സിസ്റ്ററുടെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ, ദൈവപ്രവൃത്തിയുടെ അനുഭവങ്ങൾ. എത്രയോ പേരെ കേട്ടിട്ടുണ്ടോ, എത്രയോ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ നമ്മളുടെ ജീവിതത്തിന്റെ ഓരോന്നും ദൈവാനുഭവങ്ങളാക്കി മാറ്റുക. പരിശുദ്ധാത്മാവിന്റെ കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കടന്നു വരാൻ കഴിഞ്ഞതിന്, പരസ്പരം കാണാൻ കഴിഞ്ഞതിന്, പരിചയപ്പെടാൻ കഴിഞ്ഞതിന്, അതുപോലെ തന്നെ നമുക്ക് ഈ ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ കഴിഞ്ഞതിന്, അത് കിട്ടുന്നൊരു അവസരമാണ്. ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ കിട്ടുന്ന അവസരം. നമുക്ക് വലിയ കൺവെൻഷൻ പ്രഭാഷകരൊക്കെയാണ്, പക്ഷെ അതൊന്നും വേണ്ട. എനിക്ക് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഒരു ചർച്ചിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ചെന്നവർ, നമ്മുടെ പെന്തക്കോസ്റ്റൽ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ചെന്നവർ, ഒരു അമ്മാമ്മയോട് പാസ്റ്റർ പറഞ്ഞു, സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കാം. ഒരമ്മാമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഏകദേശം ഒരു 10 മിനിറ്റ് സമയം ഈ അമ്മച്ചി യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം എന്ന് മാത്രം പറഞ്ഞു. പിള്ളേരൊക്കെ ഇരുന്ന് ചിരിക്കാൻ അമ്മച്ചി അറിയാം. അമ്മച്ചിക്ക് ഒന്നേ പറയാനുള്ളൂ, യേശുവേ സ്തോത്രം. ഏച്ചു കെട്ടിയതൊന്നും ഈ അമ്മച്ചിക്ക് പറയാനില്ല, യേശുവേ സ്തോത്രം. അന്നത്തെ എന്റെ പ്രസംഗം അതാണ്. അമ്മച്ചി ശരിയായ രീതിയിൽ പ്രാർത്ഥിച്ചു. നമ്മള് നല്ല ഭാഷകളൊക്കെ അടുക്കും ചിട്ടയും ഒക്കെ ചേർത്ത് വെച്ചിട്ട് ഒരു കീറങ്ങ് കീറും. പക്ഷെ അമ്മച്ചി യേശുവിനെ വിളിച്ചടുപ്പിച്ചവിടെ. യേശുവേ സ്തോത്രം. നമുക്കിതേ പറയാനുള്ളൂ, നമുക്കിതേ അറിയാനുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു കാര്യത്തെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പൗലോസ് പറയുന്ന ഇതാണ്: ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ ഞാൻ അത് സ്വന്തം നിർണയിച്ചു. ഞാൻ അങ്ങ് തീരുമാനമെടുത്തു, എനിക്ക് ക്രിസ്തുവിനെ മാത്രം അറിയാം. അതാണ് യഥാർത്ഥ വിശ്വാസത്തിന് അടിസ്ഥാനം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച് സിസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. ഇത് അനേകർക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അച്ഛാ. ഇത്രത്തോളം തുറന്ന് തന്റെ അനുഭവ സാക്ഷ്യം പങ്കിടുവാൻ ദൈവം ഇടയാക്കിയല്ലോ. അച്ഛൻ പറഞ്ഞതുപോലെ അനുഭവത്തെ ഖണ്ഡിപ്പാൻ ആർക്കും സാധ്യമല്ല. തിരുവചനത്തിൽ പറയുന്ന പോലെ അച്ഛൻ സത്യം അറിഞ്ഞു, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്നാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ സത്യം അറിഞ്ഞവർക്ക് ഒരിക്കലും പുറകോട്ട് പോകാനായിട്ട് സാധ്യമല്ല. നമ്മള് അച്ഛൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു പൗരോഹിത്യം എന്ന് പറയുന്നത് അതൊരു പേരിന് വേണ്ടിയുള്ളതല്ല. നമുക്ക് വചനത്തിൽ തെളിവുണ്ട്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വർഗവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അതെ, ഇന്ന് പ്രത്യേകാൽ ഒരു പൗരോഹിത്യം വേദപുസ്തകത്തിൽ പറയുന്നില്ല. നാം എല്ലാവരും രാജകീയ പൗരോഹിത്യ ഗണത്തിൽപ്പെട്ടവരാണ്. നാം ഒക്കെയും സുവിശേഷ ഗണത്തിൽപ്പെട്ടവരാണ്. നാം ഒക്കെയും കർത്താവിന്റെ നാമത്തെ ഉയർത്തേണ്ടിയവരാണ്. ആകയാൽ നമ്മൾ എവിടെ കിടന്നവരാ? അന്ധകാരത്തിൽ കിടന്നവരാ. അപ്പോൾ ഈ അന്ധകാരത്തിൽ നിന്ന് നമുക്കൊരു വെളിച്ചം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കണം. ഈ വചനം നമ്മൾ വായിക്കുക മാത്രമല്ല, അത് ധ്യാനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സത്യ വെളിച്ചം ലഭിക്കുകയുള്ളൂ. ഈ സത്യം നമ്മളെ സ്വതന്ത്രരാക്കി സ്വാതന്ത്ര്യത്തിലൂടെ നമ്മളെ കൊണ്ടുപോവുകയും ഈ സത്യത്തിൻ്റെതായ പാതയിലൂടെ അവൻ നമ്മെ നടത്തുകയും ചെയ്യും. മാത്രമല്ല, ദൈവവചനം പറയുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷം എവിടെയും എത്തിക്കുവാൻ നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുവീൻ.
നാം ക്രിസ്തുവിന്റെ സുവിശേഷം എത്തിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആകയാൽ നമ്മുടേതായ പൗരോഹിത്യം, ഇന്ന് ആ വസ്ത്രത്തെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കഷൻ ചെയ്താൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ അവയിലേക്ക് ഒന്നും നമുക്ക് പോകേണ്ട കാര്യമില്ല. നമുക്ക് ആരെയും കുറ്റം പറയേണ്ടതായ കാര്യവുമില്ല. പക്ഷെങ്കിൽ വചനത്തിന് ഒരിക്കലും തെറ്റുപറ്റത്തില്ല. വചനത്തിന് ഒരിക്കലും കുറവുകൾ ഇല്ല. വചനം ഇത് തികഞ്ഞതാണ്. ഹല്ലേലൂയ, തിറവുള്ളതാണ്. ആകയാൽ സത്യമാണിത്. അതുകൊണ്ടല്ലേ ഈ വേദപുസ്തകത്തിന് സത്യവേദപുസ്തകം എന്ന് പറഞ്ഞിരിക്കുന്നത്. സത്യവേദപുസ്തകം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ദൈവമായ കർത്താവിനെ ഈ ആഴത്തിലേക്ക് നാം സ്നേഹിക്കുമ്പോൾ അവൻ നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരിക. ആകയാൽ ഈ അത്ഭുത പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ, ഈ അത്ഭുതത്തിന്റെ സാക്ഷികളാകുവാൻ, ജീവനുള്ള കർത്താവിനെ ജീവിത അനുഭവത്തിലൂടെ രുചിച്ചറിയുവാൻ ഇതിൽ പരം നമുക്ക് ഭാഗ്യം ഭൂലോകത്തിൽ എന്താ വേണ്ടത്? അച്ഛൻ പറഞ്ഞതുപോലെ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവത്തിനോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ പൗലോസ് തന്റെ ജീവിത അനുഭവത്തിലൂടെ പറഞ്ഞു, ഒരിക്കലും എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് പിന്മാറ്റുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ഈ ഭൂപരപ്പിൽ നാം ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അവന്റെ സാക്ഷികളാകണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ജീവിതം കണ്ടിട്ട് വേണം. നമ്മുടെ സ്വഭാവം, നമ്മുടെ പ്രസംഗമല്ല, നമ്മുടെ ജീവിതമാണ് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കേണ്ടത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം നമ്മളിലൂടെ അത് പുറത്തു വരണം. അതിനെ നാം എന്ത് ചെയ്യണം? വചനത്തെ നാം അങ്ങനെ തന്നെ ഉൾക്കൊള്ളണം. അതുകൊണ്ട് എനിക്ക് വളരെ അതിശയമായിട്ട് തോന്നിയത്, അൾത്താരയിൽ ഇരുന്നു കൊണ്ട് ദൈവശബ്ദം കേട്ട ദൈവദാസനെ കർത്താവ് താൻ ചിന്തിക്കാത്ത നിലവാരത്തിലൂടെ ഉത്തരം കൊടുത്തുവെങ്കിൽ തന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ താൻ ചെയ്യുന്നത് പൂർണ്ണതയിൽ ഉള്ളതല്ല എന്നുള്ളൊരു ബോധ്യം, തനിക്ക് അതിൻ്റെതായ സന്തോഷത്തിന്റെ ആഴം തന്റെ ജീവിതത്തിൽ വചനത്തിലൂടെ വെളിപ്പെട്ടപ്പോൾ കർത്താവിന് വേണ്ടി അധികമായി ചെയ്യണമെന്നുള്ള ഒരു വാഞ്ച തന്റെ ഉള്ളിൽ കിടന്നതുകൊണ്ട് ഈ വചനം സത്യമെന്നും ഈ വചനം പ്രസംഗിക്കുന്നതിന് അധിഷ്ഠിതമാവണ്ണം ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ലെവലിലേക്ക് ഇറങ്ങുവാൻ തക്കവണ്ണം ഇടയായത്. ഞാൻ പറയുന്നത് പെന്തക്കോസിൽ വന്നു എന്നുള്ളതിലുള്ള സന്തോഷമല്ല, മറിച്ച് സത്യം അറിഞ്ഞതുകൊണ്ട് സത്യത്തിനും ആത്മാവിലും കർത്താവിനെ ആരാധിക്കുവാൻ ഉള്ളൊരു ഭാഗ്യം ലഭിച്ചു. അതാണ് ഭൂമിയിൽ ഇന്ന് എല്ലാവർക്കും ലഭിക്കേണ്ടത്. ഇന്ന് ഈ സാക്ഷ്യം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഒരു കാര്യം പറയട്ടെ, നമ്മൾ അന്ധകാരത്തിൽ കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് ഈ വചനം വായിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് മാത്രമേ സത്യപ്രകാശത്തിലേക്ക് നയിക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രിയ തോമസ് തടത്തിലച്ഛന്റെ സാക്ഷ്യത്തിന്റെ മുൻപിൽ പ്രിയപ്പെട്ടവരെ, അച്ഛൻ വചനം വായിക്കുക ഒരു ധ്യാന ഗുരുവായിരുന്നു. വചനം വായിച്ച്, വചനം പഠിച്ച്, വചനത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കിയും കൊണ്ടാണ് ഇന്ന് ഈ സത്യത്തിന് വേണ്ടി തന്റെ ജീവിതം വേർതിരിക്കപ്പെടുവാൻ ഇടയായത്. പല വിധത്തിൽ വിമർശനങ്ങളൊക്കെ ഉണ്ടാകാം. ഈ ടെസ്റ്റിമണി പറഞ്ഞതിന് ശേഷം വേണേ അനേക കമന്റ്സുകളൊക്കെ വരാം. ഞാൻ പറയട്ടെ, ഈ സത്യം നിങ്ങൾ അറിയണം, ഈ തിരുവചനം വായിക്കണം. എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിലും ഈ സത്യം വായിച്ചാണ് ഈ കൃപയിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായത്. അതുകൊണ്ട് സത്യം അറിഞ്ഞാൽ നാം സാക്ഷാൽ സ്വതന്ത്രരാകുവാൻ ഇടയാകും. സത്യം നമ്മെ സ്വതന്ത്രരാക്കും. അതുകൊണ്ട് ഈ സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, ഇന്ന് മുതൽ തിരുവചനം വായിക്കുവാൻ, സത്യത്തിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവ് വരാറായി. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ, തിരുസഭയെ ചേർക്കുവാൻ അവൻ കടന്നു വരുമ്പോൾ നാം അവന്റെ മണവാട്ടിയാണ്, അവന്റെ സഭയാണ്. സഭ നിഷ്കളങ്കയായിരിക്കണം, നിർദോഷിയായിരിക്കണം, യാതൊരു ഊനവും ഇല്ലാത്തവളായിരിക്കണം. ആകയാൽ അങ്ങനെ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ വചന സത്യങ്ങൾ നമ്മൾ ഗ്രഹിക്കണം. അതുകൊണ്ട് വചനം വായിക്കുന്നവരായി തീരാം. വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനെ ഞങ്ങൾ ആത്മാർത്ഥയോടെ ആമേൻ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നടത്തിയ എല്ലാ വിധങ്ങൾക്കായിട്ടും ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്ത്, കർത്താവെ അങ്ങയുടെ അഭിഷിക്ത വൃത്തിനെ അനുഗ്രഹിക്കണമേ. കർത്തനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഇത്രത്തോളം ഉപയോഗിച്ചതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, തുടർന്ന് കൊടുത്ത നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി അനേകായിരങ്ങൾക്ക് തന്നൊരാശ്വാസവും വിടുതലുമായി മാറുവാൻ കർത്താവ് സഹായിക്കണമേ. ഈ സാക്ഷ്യം ഭൂലോകമെമ്പാടും സ്പ്രെഡ് ചെയ്യപ്പെടുവാൻ, അനേകർക്കൊരു വെളിച്ചമായി ഭവിക്കുവാൻ കർത്താവെ, അനേക ജനഹൃദയങ്ങൾ ഈ സത്യം അറിയുവാൻ ദൈവം ഇടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. തന്നെ തന്റെ കുടുംബത്തെ
കുടുംബത്തെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറിയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറന്നു പോകരുത് എന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാനാഥ. ഗോഡ് ബ്ലസ് യു ഓൾ.